ഇപ്പോൾ ഓക്കെ അല്ലേ? കാണാനും കേൾക്കാനും കഴിയുന്നുണ്ടല്ലോ? ഓഡിബിളും വിസിബിളും അല്ലേ? യെസ്, ഓക്കെ ഓക്കെ. ഗുഡ് ഈവനിങ് ഓൾ, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ലാൻഡ് ഫോംസ് എന്ന് പറയുന്ന ജോഗ്രഫിയിലെ ലാൻഡ് ഫോംസ് എന്ന് പറയുന്ന ഒരു പുതിയ ടോപ്പിക്കിലേക്കാണ്. ലാൻഡ് ഫോംസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് പല രീതിയിലുള്ള ലാൻഡ് ഫോംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഭൂമിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാകുന്നുണ്ട് അല്ലേ? എങ്ങനെയൊക്കെ ഉള്ളതാണ്? റിവറുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? നമ്മുടെ നദികളുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ലാൻഡ് ഫോംസ് ഉണ്ട്. ഹിമാനികൾ അല്ലെങ്കിൽ ഗ്ലേഷ്യേഴ്സുമായിട്ട് അല്ലേ, ഗ്ലേഷ്യർ അല്ലെങ്കിൽ ഹിമാനികളുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന ലാൻഡ് ഫോംസ് ഫോം ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഭൂഗർഭജലം അല്ലേ, ഗ്രൗണ്ട് വാട്ടറുമായി അസോസിയേറ്റ്, നമുക്കറിയാം കാസ്റ്റ് ടോപ്പോഗ്രഫി ആരുമായിട്ടാണ്? കാസ്റ്റ് ടോപ്പോഗ്രാഫി എന്ന് പറയുന്നത് എന്താണ്? PSCക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള ഒരു മേഖലയാണല്ലേ ഈ കാസ്റ്റ് ടോപ്പോഗ്രാഫി എന്ന് പറയുന്നത്. അത് ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ഗ്രൗണ്ട് വാട്ടർ അല്ലേ. ഗ്രൗണ്ട് വാട്ടർ പ്ലസ് എന്തായിരിക്കണം അതിൻ്റെ കൂടെ? ലൈം സ്റ്റോൺ അല്ലേ, ലൈം സ്റ്റോൺ അല്ലെങ്കിൽ ചുണ്ണാമ്പ് കല്ലിൻ്റെ എന്താണ് കല്ലുകൾ, ചുണ്ണാമ്പ് കല്ല് അല്ലെങ്കിൽ ലൈം സ്റ്റോൺ വിഭാഗത്തിൽ പെടുന്ന കല്ലുകൾ കൂടുതലുള്ള ഏരിയ അല്ലേ, ഏരിയകളുമായി ഏരിയകളിൽ ഉണ്ടാകുന്ന ടോപ്പോഗ്രഫിയാണ് എന്ത്? ഈ കാസ്റ്റ് ടോപ്പോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? വിവിധ തരത്തിലുള്ള അല്ലേ, റിവർ ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലേഷ്യർ അല്ലെങ്കിൽ ഹിമാനികൾ അല്ലേ, ഹിമാനികളുണ്ട്. അതിനുശേഷം ഗ്രൗണ്ട് വാട്ടർ അല്ലേ, ഗ്രൗണ്ട് വാട്ടർ ഉണ്ട്. ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള അല്ലേ, വിവിധ ഓഷൻസ്, ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ഏജൻസിൻ്റെ ആക്ഷൻസ് മൂലം നമ്മുടെ ഭൂവൽക്കത്തിൽ ഒരുപാട് തരത്തിലുള്ള ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയകൾ, ഏതൊക്കെ ഏജന്റുകളുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഭൂരൂപ പ്രക്രിയകൾ എന്ന് പറയുന്നത് ലാൻഡ് ഫോംസ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാകുന്ന അല്ലെ, ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പ്രക്രിയകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭൂരൂപ പ്രക്രിയകൾ എന്ന് പറയുന്നത്. നമ്മുടെ ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെ, ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭൂരൂപ പ്രക്രിയകൾ എന്ന് പറയുന്നത്. പ്രധാനമായും നമ്മുടെ ഈ ഭൂരൂപ പ്രക്രിയകളെ പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്ന ഇവരുണ്ടാകുന്ന ഈ ഒരു പ്രക്രിയകളെ എർത്തിലുണ്ടാകുന്ന എന്തൊക്കെയോ ശക്തികൾ മൂലമാണ് അല്ലെ, എർത്തിലുള്ള ഏതൊക്കെയോ ശക്തികളുടെ ആക്ഷൻസ് ഫലമായിട്ടാണ് അവരുടെ പ്രവർത്തന ഫലമായാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ എർത്തിൽ അല്ലെങ്കിൽ ഭൂവൽക്കത്തിൽ എന്ത് ചെയ്യുന്നത് വിവിധ തരത്തിലുള്ള ഭൂരൂപങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇത്തരത്തിൽ ഈ ഫോഴ്സുകളെ, എർത്തിലുള്ള ഇത്തരം മൂവ്മെന്റ്സിന് അല്ലെങ്കിൽ ഇത്തരം ശക്തികളെ പ്രധാനമായും രണ്ടായി തിരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണത്? ബാഹ്യഭൗമ പ്രക്രിയകളെന്നും ആന്തരഭൗമ പ്രക്രിയകളെന്നും. ബാഹ്യം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അല്ലേ, പുറത്ത് നടക്കുന്നതാണ്. ബാഹ്യം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം പുറത്ത് നടക്കുന്നതാണ്. അതിനെ നമ്മൾ എക്സോജനിക് പ്രോസസ്സുകൾ എന്ന് പറയും. എക്സോജനിക് പ്രോസസ്സുകൾ എന്ന് പറയും. അപ്പം ബാഹ്യഭൗമ പ്രക്രിയകളെന്നും ആന്തരഭൗമ പ്രക്രിയകളെന്നും അല്ലേ. നമ്മൾ ഭൂരൂപങ്ങൾ, വിവിധ തരത്തിലുള്ള ലാൻഡ് ഫോംസ് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രക്രിയകൾ അല്ലെങ്കിൽ പ്രോസസ്സുകളെ പ്രധാനമായും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്ന് ഭൂമിക്ക് പുറമെ ഉണ്ടാകുന്ന ആൾക്കാരാണ്. അവരെ നമ്മൾ ബാഹ്യഭൗമ പ്രക്രിയകൾ അഥവാ എക്സോജനിക് പ്രോസസ്സുകൾ എന്നും, രണ്ടാമത്തതിനെ ആന്തരഭൗമ പ്രക്രിയകൾ അഥവാ എൻഡോജനിക് ഫോഴ്സസ് എന്നും പറയുന്നു. അപ്പോൾ ആന്തരഭൗമ പ്രക്രിയകളും ബാഹ്യഭൗമ പ്രക്രിയകളും മൂലമാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് എർത്തിൽ എന്ത് ചെയ്യുന്നത് വിവിധ തരത്തിലുള്ള ലാൻഡ് ഫോംസ് എന്ത് ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ലാൻഡ് ഫോംസ് ഉണ്ടാകുന്നത് ഈ രണ്ട് പ്രോസസ്സിൻ്റെ അല്ലേ, ഭൂമിക്ക് ഈ ആകൃതി കിട്ടുന്നത്, അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നത്, ഇതെല്ലാം ഇത്തരത്തിലുള്ള ഈ ബാഹ്യഭൗമ പ്രക്രിയകളും ആന്തരഭൗമ പ്രക്രിയകളും കൊണ്ടാണ്. ഇനി നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ബാഹ്യ. അപ്പം നമ്മൾ നോക്കുന്നതല്ലേ, നമ്മുടെ റിവർ എടുത്താലും നമ്മുടെ വിൻഡ് എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ഗ്ലേഷ്യർ എടുത്തു കഴിഞ്ഞാലും എല്ലാം ഭൂമിക്ക് പുറത്താണല്ലേ ഇവരുടെ എല്ലാം പരിപാടികൾ നടക്കുന്നത്. ഇവരുടെ എല്ലാ തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നതും ഭൂമിക്ക് പുറത്താണ്. അതുകൊണ്ട് നമുക്ക് നമ്മളിവിടെ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്ന ആ ഒരു പ്രക്രിയകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ബാഹ്യഭൗമ പ്രക്രിയകളാണ്. അപ്പം നമ്മൾ എക്സോജനിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഏജൻസിനെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ
പറയുന്നത്. അപ്പോൾ എന്താണ്, നമുക്ക് ആന്തരഭൗമ പ്രക്രിയകളെ വെറുതെ വിടാൻ പറ്റുമോ? അവരെ പറ്റി എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആന്തരഭൗമ പ്രക്രിയകൾ അഥവാ എൻഡോജനിക് ഫോഴ്സസിനെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, തിരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് എൻഡോജനിക് ഫോഴ്സസിനെ, അല്ലെ, എൻഡോജനിക് ഫോഴ്സസിനെ പ്രധാനമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് നമ്മൾ അതിനെ ഡയാസ്ട്രോഫിസം അല്ലെങ്കിൽ എന്തോ പറയും, ഡയാസ്ട്രോഫിസം അല്ലെങ്കിൽ വിരൂപണ പ്രക്രിയകൾ എന്ന് പറയും. ഡയാസ്ട്രോഫിസം അല്ലെങ്കിൽ വിരൂപണ പ്രക്രിയകൾ. അപ്പോൾ എൻഡോജനിക് ഫോഴ്സസിനെ പ്രധാനമായിട്ടും എന്താണ്, നമ്മൾ രണ്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. എൻഡോജനിക് ഫോഴ്സസിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആന്തര ഭൗമപ്രക്രിയകളെ എന്താണ് രണ്ടുപേരെ പ്രധാനമായിട്ട് രണ്ട് ആക്ടിവിറ്റീസ് ആണ് വരുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് എന്താണ്, ഡയാസ്ട്രോഫിസം അഥവാ എന്താണ് വിരൂപണം, ഡയാസ്ട്രോഫിസം അല്ലെങ്കിൽ വിരൂപണം എന്ന് പറയും. രണ്ടാമത്തെ പ്രോസസ്സാണ് ഏത്, വൾക്യാനിസം. ഡയാസ്ട്രോഫിസവും വൾക്യാനിസവും ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ എൻഡോജനിക് ഫോഴ്സസിൽ പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ എൻഡോജനിക് ഫോഴ്സസിൽ പ്രധാനമായി വരുന്ന രണ്ട് ആൾക്കാരെന്ന് പറയുന്നത് ഡയാസ്ട്രോഫിസവും അല്ലെങ്കിൽ ഡയാസ്ട്രോഫിക് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ വിരൂപണ പ്രക്രിയകളും, അത് കഴിഞ്ഞ് എന്താണ് വോൾക്യാനിസം, അല്ലെ, നമ്മുടെ വോൾക്യാനോസ് അല്ലെങ്കിൽ എന്താണ് വോൾക്യാനോകളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. നമ്മുടെ ഈ ഡയാസ്ട്രോഫിക് മൂവ്മെന്റ്സിൽ പ്രധാനമായിട്ടും നാലാൾക്കാർ വരുന്നു. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയാസ്ട്രോഫിസം ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എന്താണ് വലിയ രീതിയിൽ നടക്കുന്നത്. അതിനെ നമ്മൾ എന്താണ് നാലായിട്ട് തിരിക്കുന്നു. എഗെയിൻ എന്താണ് ഡയാസ്ട്രോഫിസത്തിനെ നാലായിട്ട് പറയുന്നു. അതിൽ ആദ്യത്തെ ആള് എന്താണ്, ഓറോജനിക് പ്രോസസ് അല്ലെങ്കിൽ എന്താണ് പർവ്വതങ്ങളുടെ, അല്ലെ, പർവ്വതങ്ങളുടെ എന്താണ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രക്രിയകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓറോജനിക് പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മൗണ്ടെയിൻ ബിൽഡിംഗ് പ്രോസസ്സുകൾ, അല്ലെ, മൗണ്ടെയിൻ ബിൽഡിംഗ് പ്രോസസ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓറോജനിക് പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എർത്തിന്റെ ക്രസ്റ്റില് വലിയ വലിയ പർവ്വതങ്ങൾ ഉണ്ടാകുന്ന പ്രോസസ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓറോജനിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഹിമാലയ ഉണ്ടായത് ഇതുപോലെ എന്താണ് ഒരു ഓറോജനിക് പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ്, അല്ലെ, ഹിമാലയ ഉണ്ടായത് ഒരു ഓറോജനിക് പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ്. ഇനി നമ്മുടെ ഓറോജനിക് പ്രോസസ്സുകൾ പ്രധാനമായി നടക്കുന്ന ഫോൾഡിങ്ങുകളാണ് അല്ലെങ്കിൽ മടക്ക് പർവ്വതങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് പ്രധാനമായിട്ടും ഓറോജനിക് പ്രോസസ്സുകളുടെ ഫലമായിട്ട് ഉണ്ടാകുന്നത്. ഇനി എന്താണ് നമ്മുടെ ഡയാസ്ട്രോഫിസത്തിൽ രണ്ടാമത്തെ വരുന്ന ആളാണ് എന്ത്, എപ്പി ഓറോജനി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഡയാസ്ട്രോഫിസത്തിലെ രണ്ടാമത് വരുന്ന പ്രോസസ്സാണ് ഏത്, എപ്പി ഓറോജനി എന്ന് പറയുന്നത്. ഇതെന്താണ്, നമ്മുടെ എർത്തിന്റെ ഭൂവൽക്കം എന്താണ് പെട്ടെന്ന് പൊട്ടിപ്പോവുകയും എന്താണ് അതിന് മാസീവായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എപ്പി ഓറോജനിക് പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പി ഓറോജനിക് പ്രോസസ്സുകൾ എന്ന് പറയുന്നത് എന്താണ്, അപ്ലിഫ്റ്റ്മെന്റ്, ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ രണ്ടിങ്ങനെ നിരന്നിരിക്കും, പെട്ടെന്ന് എന്തെങ്കിലും എന്താണ് അകത്തുനിന്ന് ഒരു ഫോഴ്സ്, അല്ലെ, ഒരു വോൾക്യാനിസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാൻഡിൽ പ്ലൂമോ ഒക്കെ എന്ത് ചെയ്യും, പൊങ്ങി വന്നിട്ട് എന്ത് ചെയ്യും, ഈ ക്രസ്റ്റിൽ ഇടിക്കുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ക്രസ്റ്റ് എന്ത് ചെയ്യും, അപ്ലിഫ്റ്റ് ചെയ്യും, മുകളിലോട്ട് എന്ത് ചെയ്യും, പൊങ്ങി വരും. അങ്ങനെയുള്ള പ്രോസസ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എപ്പി ഓറോജനിക് പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. മൂന്നാമതായി വരുന്ന ആളാരാണ്, ഭൂകമ്പങ്ങൾ അല്ലെങ്കിൽ എർത്ത്ക്വേക്ക്. അപ്പോൾ എന്താണ് നമ്മുടെ ഡയാസ്ട്രോഫിസത്തിൽ മൂന്നാമതായി വരുന്ന ആളാരാണ്, എർത്ത്ക്വേക്കുകളാണ് എന്ത് ചെയ്യുന്നത്, മൂന്നാമതായി എർത്ത്ക്വേക്ക് അല്ലെങ്കിൽ ഭൂകമ്പങ്ങളാണ് എന്ത് ചെയ്യുന്നത്, മൂന്നാമതായി വരുന്നത്. നാലാമതായി വരുന്നത് എന്താണ്, പ്ലേറ്റ് ടെക്ടോണിക്സ് അല്ലെങ്കിൽ ഫലകചലനങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നാലാമതായി വരുന്നത്. അപ്പോൾ അവിടെ എന്താണ് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള മൂവ്മെന്റ്, അല്ലേ. ഒന്നെന്താണ് സബ്ഡക്ഷൻ, എന്താണ് ഒരു പ്ലേറ്റിനകത്തേക്ക് എന്ത് ചെയ്യും, മറ്റൊരു പ്ലേറ്റ് ഇടിച്ചിറങ്ങുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സബ്ഡക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമെന്താണ് ഇങ്ങനെ ഇരിക്കുന്ന എന്താണ് ഒരു ക്രസ്റ്റ്, അല്ലെ, ഒരു ക്രസ്റ്റലിന്റെ അല്ലെങ്കിൽ ലിത്തോസ്ഫെറിക് പ്ലേറ്റ് എന്ത് ചെയ്യും, നമ്മുടെ മാൻഡിൽ കൺവെക്ഷൻസ് കാരണം, അല്ലെ, നമ്മുടെ അസ്തനോസ്ഫിയറിൽ എന്ത് ചെയ്യാണ്, മാഗ്മ ഇങ്ങനെ മുകളിലും താഴേക്ക് ഇങ്ങനെ എന്താണ് കൺവെക്ഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ. അപ്പോൾ ആ ഒരു കൺവെക്ഷൻ ഫോഴ്സിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ഈ ക്രസ്റ്റ് രണ്ടായിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ മാറി വിള്ളൽ ഉണ്ടായി എന്ത് ചെയ്യും, അവരിങ്ങനെ അകന്നു മാറും. അതെന്താണ് ഡൈവർജന്റ് പ്രോസസ്സുകളിലെ ഡൈവർജന്റ് ബൗണ്ടറി. അപ്പോൾ എന്താണ് ആദ്യത്തെ എന്താണ് സബ്ഡക്ഷൻ നടക്കുന്നത്, അല്ലേ, രണ്ട് പ്ലേറ്റുകൾ വന്ന് ഇടിക്കും, രണ്ട് പ്ലേറ്റുകൾ വന്ന് കൂട്ടിയിടിച്ച് ഒരാൾ എന്ത് ചെയ്യും, അകത്തേക്ക് ഇറങ്ങിപ്പോകും. ഡെൻസിറ്റി സാന്ദ്രത കൂടിയ ആൾ എന്ത് ചെയ്യും, അകത്തേക്ക് ഇറങ്ങിപ്പോകുന്ന പ്രോസസ്. അതിനെ നമ്മൾ എന്താണ് പറയുന്നത്, കൺവെർജന്റ് ബൗണ്ടറി എന്ന് പറയും. രണ്ടാമത്തെ എന്താണ് ഒരു എർത്ത് ക്രസ്റ്റ്, നമ്മുടെ എന്താണ് ലിത്തോസ്ഫെറിക് പ്ലേറ്റ് എന്താണ് രണ്ടായിട്ട് മുറിഞ്ഞ്
രണ്ട് ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യും, അകന്നു പോകും. അതിന് നമ്മൾ ഡൈവർജന്റ് ബൗണ്ടറി എന്ന് പറഞ്ഞു. ഇനി മൂന്നാമതായിട്ട് വരുന്നതോ എന്താണ്, നമ്മുടെ ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് എന്ത് ചെയ്യും, എന്താണ്, ഇടിക്കുകയും ഇല്ല, എന്നാൽ അകന്നു പോവുകയുമില്ല. അവരെന്ത് ചെയ്യും, ഇങ്ങനെ പരസ്പരം എന്ത് ചെയ്യും, ഇങ്ങനെ തെന്നി മാറിക്കൊണ്ടേയിരിക്കും. അവർ നമ്മൾ പറയുന്നതാണ് ട്രാൻസ്ഫോം പ്ലേറ്റ് ബൗണ്ടറീസ്. അപ്പോൾ പ്രധാനമായും 3 തരത്തിലുള്ള ബൗണ്ടറീസ് ആണ് പറയുന്നത്: കൺവർജന്റ് ബൗണ്ടറി, ഡൈവർജന്റ് ബൗണ്ടറി, അതുപോലെ തന്നെ എന്താണ്, ട്രാൻസ്ഫോം ബൗണ്ടറീസ്. അപ്പോൾ നമ്മൾ ഡയാസ്ട്രോഫിക് മൂവ്മെന്റ്സിൽ, നമ്മുടെ എൻഡോജനിക് പ്രോസസ്സിലെ ഡയാസ്ട്രോഫിക് മൂവ്മെന്റ്സിൽ പ്രധാനമായും വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഓറോജനി, എപ്പി ഓറോജനി, എർത്ത് പ്ലേറ്റ് ടെക്ടോണിക്സ്. ഈ 4 ആൾക്കാരും എന്താണ്, ലാർജ് സ്കെയിലിൽ ഉണ്ടാകുന്ന വലിയ എന്താണ് ഏരിയാസിനെ അഫക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഡയാസ്ട്രോഫിക് മൂവ്മെന്റ്സിൽ വരുന്ന പ്രധാനപ്പെട്ട 4 ആൾക്കാരും. ഇനി രണ്ടാമതായി വരുന്ന വോൾക്കാനിസം. നമുക്കറിയാം, ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്താണ് വോൾക്കാനോ പൊട്ടിത്തെറിക്കുന്ന മൂവ്മെന്റിനെയാണ് എന്ത് പറയുന്നത്, വോൾക്കാനിസം എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താണ്, ബാഹ്യഭൗമ പ്രവർത്തനങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ എന്താണ്, എക്സോജനിക് പ്രോസസ്സുകൾ പറയുമ്പോൾ പ്രധാനമായിട്ടും എന്താണ്, നമ്മളെന്താണ്, ഡെന്യൂഡേഷൻ. ഇതിന് നമുക്ക് ഈ ബാഹ്യഭൗമ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എക്സോജനിക് പ്രോസസ്സുകളെ നമുക്ക് എന്താണ്, ജനറൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിമ്നീകരണം അല്ലെങ്കിൽ ഡെന്യൂഡേഷൻ പ്രോസസ്സുകൾ എന്ന് പറയാം. നിമ്നീകരണം അല്ലെങ്കിൽ അനാവരണം എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഈ ഡെന്യൂഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം എന്താണ്, ഇങ്ങനെ ഇരിക്കുന്ന ഒരു പർവ്വതത്തിന്റെ ഏരിയ ആണെന്നിരിക്കട്ടെ, ഇതാണ് നമുക്കുള്ള ഒരു ഏരിയ എന്നിരിക്കട്ടെ. ഇതെന്താണ്, നമുക്കറിയാമല്ലേ, ഇവിടെ എന്താണ്, ഒരു ഉയർച്ചയുണ്ടല്ലേ, ഇവിടെ റിലീഫിനല്ലേ, ഇവരുടെ ചരിവുകൾ തമ്മിൽ എന്താണ് വ്യത്യാസമുണ്ട്. എല്ലാം ഒരേ നിരപ്പിലാണോ ഇരിക്കുന്നത്? വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉയരത്തിലാണല്ലേ ഇരിക്കുന്നത്. അപ്പം അവരെന്ത് ചെയ്യാണ്, ഒരേ നിരപ്പിൽ കൊണ്ടുവരുന്ന പ്രോസസ്സുകളെയാണ് എന്ത് പറയുന്നത്, ജനറലി ഡെന്യൂഡേഷൻ അല്ലെങ്കിൽ ഡീഗ്രഡേഷൻ പ്രോസസ്സുകൾ എന്ന് പറയും. നിമ്നീകരണം എന്നും പറയും, അനാവരണം എന്നും പറയാം. എന്ത് ചെയ്യാം, ഈ പ്രോസസ്സുകളെ എന്ത് ചെയ്യാം, പറയാം. നിമ്നീകരണം എന്നും പറയാം, അനാവരണം എന്നും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു പ്രോസസ്സിനെ പറയാം. ഇനി ഈ പ്രോസസ്സിന് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന, ഈ ജനറൽ ആയിട്ട് ഉണ്ടാകുന്ന ഈ ഡെന്യൂഡേഷൻ പ്രോസസ്സുകളെ പ്രധാനമായിട്ടും എന്താണ് ആശ്രയിക്കുന്ന, അല്ലെങ്കിൽ ഇതിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അറ്റ്മോസ്ഫിയർ അല്ലേ, നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ വേരിയേഷൻസ്, സണ്ണിന്റെ ഇൻസൊലേഷൻസിന്റെ വേരിയേഷൻസ്, അതുപോലെ തന്നെ ടെക്ടോണിക് ആക്ടിവിറ്റി, അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതുപോലെ തന്നെ എന്താണ്, റോക്കിനകത്തുള്ള കെമിക്കൽ ആയിട്ടുള്ള സ്ട്രെസ്സും അവിടെ ഉണ്ടാകുന്ന കെമിക്കൽ കോൺസ്റ്റുവൻസിന്റെ ഒക്കെ പ്രത്യേകതകൾ. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ട് ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഡെന്യൂഡേഷൻ അല്ലെങ്കിൽ എക്സോജനിക് പ്രോസസ്സുകളെ അഫക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ആൾക്കാരൊക്കെയാണ്. ഇനി എക്സോജനിക് മൂവ്മെന്റ്സിനെ പ്രധാനമായിട്ടും എന്ത് ചെയ്യാം, നമുക്ക് 4ആയിട്ട്, ഈ മൂവ്മെന്റിനെ നമുക്ക് 4 പ്രോസസ്സുകളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, തിരിക്കാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആൾക്കാരാണ് ഏത്, അപക്ഷയവും അപരദനവും, വെതറിങ്ങും ഇറോഷനും. അതിനുശേഷം വരുന്നതാണ് എന്ത്, ഡിപ്പോസിഷൻ എന്ത് ചെയ്യും, നമ്മൾ പഠിക്കുമല്ലോ, ഡിപ്പോസിഷൻ എങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ പഠിക്കും. ഡിപ്പോസിഷൻ അല്ലെങ്കിൽ നിക്ഷേപണം അല്ലെങ്കിൽ ഡിപ്പോസിഷൻ എന്ന് പറയും. അതിനുശേഷം വരുന്ന ഒരു നാലാമത്തെ ഒരു ഫാക്ടറാണ് ഏത്, മാസ് വേസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഉരുൾപൊട്ടൽ ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, ഈ മാസ് വേസ്റ്റിങ്ങിലാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ഈ ഡെന്യൂഡേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എവിടെയോ മറഞ്ഞു കിടക്കുന്നത് അല്ലേ. ഇപ്പം എന്താണ്, ഇതൊരു റിലീഫിൽ വലിയ ഇതായിട്ടിരിക്കുന്ന ഇതാണെന്നിരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ താഴെ എന്ത് ചെയ്യാണ്, കുറേ കല്ലുകളുണ്ടെന്ന് വെച്ചോ. അപ്പോൾ ഇതിൻ്റെ ഈ നമ്മുടെ വിവിധ ഏജന്റ് ആയിട്ടുള്ള വിൻഡ്, വാട്ടർ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഈ ഒരു വർഷങ്ങളോളമുള്ള പ്രവർത്തനം കാരണം എന്ത് ചെയ്യും, ഈ കുന്ന് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, നശിച്ചു പോവുക എന്ന് പറയുന്നത് എന്താണ്, ഇറോഡ് ചെയ്ത് പോകും അല്ലേ. അപരദനം നടന്ന് അല്ലെങ്കിൽ അപക്ഷയം നടന്ന് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, പോവുകയും ഇത് ഒരേ നിരപ്പിൽ വരികയും ചെയ്യും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെന്യൂഡേഷൻ അല്ലെങ്കിൽ അനാവരണം, നിമ്നീകരണം എന്നൊക്കെ പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. എല്ലാ ഭാഗങ്ങളെയും ഒരേ നിരപ്പിൽ കൊണ്ടുവരിക അല്ലേ. വിവിധമായിട്ടുള്ള പ്രകൃതി പ്രക്രിയകൾ മുഖേന ഭൗമോപരിതലത്തിലെ ഉയർന്ന പ്രദേശങ്ങളുടെ ഉയരം കുറയ്ക്കുകയും അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഉയരം കൂട്ടുകയും ചെയ്യും അല്ലേ. എല്ലാത്തിനും ഒരേ ലെവലിലേക്ക് എത്തിക്കും അല്ലേ. അതിനാണ് എന്ത് പറയുന്നത്, നിമ്നീകരണം അല്ലെങ്കിൽ ഡെന്യൂഡേഷൻ അല്ലെങ്കിൽ ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഉയർന്ന പ്രദേശങ്ങളുടെ ഉയരം കുറയ്ക്കുകയും താഴ്ന്ന പ്രദേശങ്ങളുടെ ഉയരം കൂട്ടുകയും ചെയ്ത് ഒരേ നിരപ്പിലാക്കൂ എന്ന് പറയുന്നത്? ഇപ്പം നോക്കി, ഇവിടെ ഒരു ഹില്ല്, അതിൻ്റെ താഴെ ഒരു വലിയ കുഴിയാണെന്നിരിക്കട്ടെ. അപ്പം ഒബ്വിയസ്ലി ഇവിടെ നിന്ന് ഇറോഡ് ചെയ്ത് കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം എന്ത് ചെയ്യും,
ഇവിടെ കൊണ്ടുവന്ന് ഡിപ്പോസിറ്റ് ചെയ്യും അല്ലേ. അങ്ങനെ എന്താണ് ഇതിനെ കംപ്ലീറ്റ്ലി എന്താണ് ഇറോഡ് ചെയ്ത് ഇല്ലാതാക്കി ഈ ഒരു ലെവലിൽ കൊണ്ടുവരും. ഇതിനകത്തേക്ക് എന്താണ് സാധനങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്ത് ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവരും. അപ്പോൾ എന്താണ് ഇതിനെല്ലാത്തിനെയും ഒരേ നിരപ്പാക്കി മാറ്റും അല്ലെ. ഈ പ്രോസസ്സിനെയാണ് ഡെന്യൂഡേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഡെന്യൂഡേഷനിൽ പ്രധാനമായിട്ട് നാല് ടൈപ്പ് കാര്യങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഉൾപ്പെട്ടിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന അപക്ഷയം അല്ലെങ്കിൽ വെതറിംഗ് പ്രോസസ്സ്, രണ്ടാമതായിട്ട് അപരദനം അല്ലെങ്കിൽ ഇറോഷൻ പ്രോസസ്സ്, മൂന്നാമതായിട്ട് ഡിപ്പോസിഷൻ. ഇതെന്താണ് ഈ കൊണ്ടുവന്ന് ഇറോഡ് ചെയ്ത സാധനങ്ങളെല്ലാം എവിടെയെങ്കിലും കൊണ്ടുവന്ന് എന്താണ് നിക്ഷേപിക്കുന്ന പരിപാടി ഡിപ്പോസിഷൻ. നാലാമത് എന്താണ് മാസ് വേസ്റ്റിംഗ്. ശരിക്കും പറഞ്ഞാൽ മാസ് വേസ്റ്റിംഗ് എന്താണ് നമുക്ക് ഒരു ഇറോഷനായിട്ട് തന്നെ കണക്കാക്കാം. കാര്യം എന്താണ് ഉരുൾപൊട്ടലൊക്കെ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുന്ന ഒരു സാധനത്തെ എന്താണ് മൊത്തത്തിൽ എടുത്തുകൊണ്ട് വന്ന് മാറ്റുന്നില്ലേ, അതെന്താണ് ഒരു ടൈപ്പാണ്. ആക്ച്വലി എന്താണ് ഒരു ടൈപ്പാണ് ഈ മാസ് വേസ്റ്റിംഗ് അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, ഇനി എന്താണ് അപക്ഷയം എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. എന്താണ് അപക്ഷയം എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഈ അപക്ഷയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഭൂമിയുടെ ഉപരിതലത്തിൽ അല്ലെ, ഭൂമിയുടെ ഉപരിതലത്തിൽ കാണുന്ന എന്താണ് ശിലകളുടെ വിഘടനത്തിന് കാരണമാകുന്ന എന്താണ് പ്രവർത്തനങ്ങളെയാണ് അല്ലെ. എങ്ങനെയൊക്കെ ഉള്ള പ്രവർത്തനങ്ങളെയാണ്, ഭൗതികവും രാസീയവുമായ പ്രവർത്തനങ്ങളെയാണ് എന്ത് പറയുന്നത് അപക്ഷയം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഭൂമിയുടെ ഉപരിതലത്തിൽ കാണുന്ന ശിലകളുടെ അല്ലെ കല്ലുകളുടെ എന്താണ് വിഘടനം, അവരെ എന്താണ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്ന പ്രോസസ്സുകളാണ്. അതിനെന്തൊക്കെ വരും, ഭൗതികം വരാം, രാസീയം വരാം, അല്ലെങ്കിൽ ജൈവികം വരാം. ഇങ്ങനെയുള്ള പ്രോസസ്സുകളെയാണ് എന്ത് പറയുന്നത് അപക്ഷയം അല്ലെങ്കിൽ വെതറിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ വെതറിംഗ് നടന്നതിന് ശേഷം അവിടെ എന്തെങ്കിലും സ്ഥാനമാറ്റം സംഭവിക്കുമോ? വെതറിംഗ് ഒരു ശിലയ്ക്ക്, ഒരു കല്ലിന് അവിടെ എന്താണ് വെതറിംഗ് നടന്നെങ്കിൽ അവിടെ എന്താണ് സ്ഥാനമാറ്റം എന്ത് ചെയ്യും സംഭവിക്കുമോ? ഇല്ല അല്ലേ. അപ്പൊ അപക്ഷയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത അല്ലെങ്കിൽ അപക്ഷയവും അപരദനവും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു സ്ഥാനമാറ്റമാണ്. അപക്ഷയത്തിൽ എന്ത് ചെയ്യുന്നില്ല, സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല. എന്താണ് ശിലകൾ വിഘടിക്കുന്നുണ്ടെങ്കിലും അവരെന്താണ് ഇപ്പൊ ഇവിടെയാണ് ഒരു ശില ഇരിക്കുന്നതെന്ന് വെച്ചോട്ടെ, ഇതൊരു ശിലയാണ്, ഇതെന്താണ് ഇതിന് വിഘടനം സംഭവിച്ചു. പക്ഷെ എന്താണ് ഈ വിഘടനം സംഭവിച്ച ശില ഇവിടെ തന്നെ നിൽക്കും, അതെന്ത് ചെയ്യില്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല, ഇവിടെ തന്നെ എന്താണ് പൊടിഞ്ഞു പോകും, പക്ഷെ പൊടിഞ്ഞ് ഇവിടെ തന്നെ കിടക്കും. അപ്പൊ ഇറോഷൻ സംഭവിക്കുമ്പോൾ എന്താണ് ഈ ശില എന്ത് ചെയ്യും, ഇവിടെ നിന്നെടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി എന്ത് ചെയ്യും നിക്ഷേപിക്കും. അവിടെ എന്താണ് ഡിപ്പോസിഷനും കൂടെ എന്ത് ചെയ്യും വരും. അവിടെ എന്താണ് വിഘടനം മാത്രമല്ല അതിൻ്റെ ഒരു മൂവ്മെന്റും കൂടെ, അതിൻ്റെ ഒരു സ്ഥാനമാറ്റവും കൂടി വരുന്നതാണ് എന്ത് ഇറോഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ അപക്ഷയ പ്രക്രിയകൾ എന്ന് പറയുന്നത് എന്താണ് ശിലകളുടെ വിഘടനം. വെതറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് വെതറിംഗ് അല്ലെങ്കിൽ അപക്ഷയം എന്ന് പറയുന്നത് എന്താണ് വിഘടനം. ഫിസിക്കൽ ഡിസിൻറ്റഗ്രേഷൻ ആൻഡ് കെമിക്കൽ ഡീഗ്രഡേഷൻ. ഇതാണ് എന്ത് പറയുന്നത് ഈ വെതറിങ്ങിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പ്രോസസ് എന്ന് പറയുന്നത്. ഫിസിക്കലായിട്ട് അതെന്ത് ചെയ്യും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുകയും കെമിക്കലായിട്ട് അത് ഡീഗ്രേഡ് ചെയ്യുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അപക്ഷയം എന്ന് പറയുന്നത്. അപ്പൊ അപക്ഷയം ക്ലിയർ ആയോ? എന്താണ് അപക്ഷയം എന്ന് ക്ലിയർ ആയോ? ഇനി അപക്ഷയത്തിനെ പ്രധാനമായിട്ട് 3 രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് തിരിച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കെമിക്കൽ അല്ലെങ്കിൽ രാസീയ അപക്ഷയം. രണ്ടാമത്തെ എന്താണ് ഫിസിക്കൽ അല്ലെങ്കിൽ ഭൗതിക അപക്ഷയം. മൂന്നാമതായി വരുന്നതാണ് ഏത് ബയോളജിക്കൽ അല്ലെങ്കിൽ എന്താണ് ജൈവിക അപക്ഷയം. അപ്പൊ നമുക്ക് അപക്ഷയങ്ങളെ പ്രധാനമായിട്ട് 3 തരത്തിൽ എന്ത് ചെയ്യാം, പ്രധാനപ്പെട്ട 3 തരങ്ങളായിട്ട് തിരിക്കാം. ഒന്നെന്താണ് രാസീയ അപക്ഷയം അല്ലെങ്കിൽ കെമിക്കൽ അപക്ഷയം, രണ്ടാമത്തെ എന്താണ് ഭൗതിക അപക്ഷയം അല്ലെങ്കിൽ ഫിസിക്കൽ അപക്ഷയം, അല്ലെങ്കിൽ മൂന്നാമത്തെ എന്താണ് ജൈവിക അപക്ഷയം അല്ലെങ്കിൽ ബയോളജിക്കൽ വെതറിംഗ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് പ്രധാനമായിട്ട് 3 എന്ത് ചെയ്യാം തിരിക്കാം. ഇനി എന്താണ് ഈ രാസീയ അപക്ഷയം എന്ന് പറയുന്നത്? അവിടെ എന്താണ് ഒരു കെമിക്കൽ ചേഞ്ച് അല്ലെ, അവിടെ എന്താണ് ഒരു കെമിക്കൽ ചേഞ്ച് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. പ്രധാനമായിട്ടും എന്താണ് അവിടെ ഒരു അവരുടെ എന്താണ് ആ റോക്കിന്റെ കെമിസ്ട്രി എന്ത് ചെയ്യും ചേഞ്ച് ചെയ്യുന്ന തരത്തിലുള്ള വെതറിംഗ് പ്രോസസ്സുകളെയാണ് രാസീയ അപക്ഷയങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ റോക്കിന് നമ്മുടെ ശിലകളുടെ എന്താണ് കെമിസ്ട്രി എന്ത് ചെയ്യുന്ന
മാറ്റുന്ന തരത്തിലുള്ള എന്താണ് അപക്ഷയ പ്രക്രിയകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കെമിക്കൽ വെതറിങ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഇത് 4 തരത്തിലാണുള്ളത്. 4 തരത്തിലുള്ള എന്താണ് കെമിക്കൽ വെതറിങ് ആണുള്ളത്. ഒന്നാമത്തെ എന്താണ് കെമിക്കൽ വെതറിങ്ങിന്റെ പ്രധാനപ്പെട്ട 4 ടൈപ്പുകളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെന്ന് പറയുന്നത് സൊല്യൂഷൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ സൊല്യൂഷൻ അല്ലെങ്കിൽ സംലയനമാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായി വരുന്ന പ്രധാനപ്പെട്ട രാസീയ അപക്ഷയമാണ് ഇത് രണ്ടാമതായി വരുന്ന പ്രധാനപ്പെട്ട രാസീയ അപക്ഷയമാണ് ഹൈഡ്രേഷൻ അഥവാ ജലീകരണം. ഹൈഡ്രേഷൻ അല്ലെങ്കിൽ ജലീകരണമാണ് രണ്ടാമതായി വരുന്നത്. ഇനി മൂന്നാമതായി വരുന്നതോ കാർബണേഷൻ അല്ലെങ്കിൽ കാർബണീകരണം. മൂന്നാമതായി വരുന്നു. നാലാമതായി വരുന്നതാണ് ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണം. അപ്പോൾ നമ്മൾ എന്താണ് പ്രധാനപ്പെട്ട 4 രാസീയ അപക്ഷയങ്ങൾ അല്ലെങ്കിൽ കെമിക്കൽ വെതറിങ്ങിനെ പറ്റിയാണ് പറഞ്ഞത്. ഫസ്റ്റ് എന്ന് പറയുന്നത് സൊല്യൂഷൻ അല്ലെങ്കിൽ സംലയനം, രണ്ടാമത്തത് ഹൈഡ്രേഷൻ അല്ലെങ്കിൽ ജലീകരണം, മൂന്നാമത്തത് കാർബണേഷൻ അല്ലെങ്കിൽ കാർബണീകരണം, നാലാമത്തതാണ് ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണം. ഇനി എന്താണ് ഇവരെന്ന് പറയുന്നത്? നമ്മുടെ സൊല്യൂഷൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വാട്ടറിനകത്തോ അല്ലെങ്കിൽ ആസിഡ് എന്ന് പറഞ്ഞാൽ കാർബോണിക് ആസിഡ് അല്ലെ, അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് എന്താണ് ജലം കൂടിച്ചേരുമ്പോഴതാണ് നമ്മുടെ കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ആൾക്കാർ വാട്ടറിലോ അല്ലെങ്കിൽ എന്താണ് ആസിഡുകളിലോ എന്ത് ചെയ്യും? നമ്മുടെ കല്ലുകൾ ഡിസോൾവ് ചെയ്ത് അതൊരു സൊല്യൂഷൻ ആക്കി മാറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൊല്യൂഷൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്? നൈട്രേറ്റുകൾ, സൾഫേറ്റുകൾ, പൊട്ടാഷ്യം നൈട്രേറ്റ്, സൾഫേറ്റ്, പൊട്ടാഷ്യം ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിനറലുകളാണ് എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും ഈ സൊല്യൂഷൻ ആക്ടിവിറ്റിക്ക് എന്ത് ചെയ്യുന്നത്? വിധേയമാക്കപ്പെടുന്നത്. അപ്പം നമ്മുടെ ഒരു റോക്കിന്റെ സൈഡിൽ കൂടി പോകുന്ന വെള്ളം അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ വന്ന കാർബോണിക് ആസിഡ് എന്ത് ചെയ്യണം? ഇങ്ങനെ ഒഴുകി പോവുകയാണ്. അപ്പോൾ ഈ ഒഴുകി പോകുന്ന വെള്ളം അല്ലെങ്കിൽ ആസിഡുകൾ എന്ത് ചെയ്യും? ആ റോക്കിനകത്ത് സോല്യുബിൾ ആയിട്ടുള്ള മിനറൽസിനെ എന്ത് ചെയ്യും? അതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊണ്ടുപോകും. പ്രധാനമായും അങ്ങനെ കൊണ്ടുപോകുന്ന മിനറൽസ് ഏതൊക്കെയാണ്? നൈട്രേറ്റുകൾ, സൾഫേറ്റുകൾ, പൊട്ടാഷ്യം, അതുപോലുള്ള ആൾക്കാരെയാണ് പ്രധാനമായിട്ടും സൊല്യൂഷൻ ആക്ടിവിറ്റി വഴി എന്ത് ചെയ്യുന്നത്? കെമിക്കൽ വെതറിങ് കാരണം എന്ത് ചെയ്യുന്നത്? നമ്മുടെ റോക്കിന് നഷ്ടപ്പെടുന്നത്. രണ്ടാമത് എന്താണ്? ഹൈഡ്രേഷനകത്ത് എന്താണ് ചെയ്യുന്നത്? അവിടെ അഡീഷൻ ആണ്. ആദ്യത്തെ കേസിൽ വെള്ളം എന്ത് ചെയ്യും? എല്ലാത്തിനെയും കൂടെ സൊല്യൂഷൻ ആക്കി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ കാര്യത്തിൽ എന്താണ്? ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് അവിടെ എന്താണ് നമ്മുടെ മിനറലിന്റെ ഇടയിലേക്ക് വാട്ടർ ആഡ് ചെയ്യപ്പെടും. അവിടെ കെമിക്കൽ അഡീഷൻ ഓഫ് വാട്ടർ ആണ് നടക്കുന്നത്. അതെന്താണ്? നമ്മുടെ മിനറലിന്റെ ഇടയിലേക്ക് എന്ത് ചെയ്യും? വാട്ടർ ആഡ് ചെയ്യപ്പെടുകയും മിനറൽ എന്ത് ചെയ്യും? ആ വാട്ടർ എടുത്തതിന് ശേഷം എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യും? അവിടെ എന്ത് ചെയ്യും? ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവുകയും അങ്ങനെ എന്ത് ചെയ്യും? വെതറിങ് നടക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഇത്തരത്തിൽ വിധേയമാക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഈ ആൾക്കാരെന്ന് പറയുന്നത് നമ്മുടെ ജിപ്സം അല്ലെങ്കിൽ ജിപ്സം എന്ന് പറയുന്നത് കാൽഷ്യം സൾഫേറ്റ് അല്ലേ? കാൽഷ്യം സൾഫേറ്റിനകത്ത് വെള്ളം കൂടി വരുമ്പോഴാണ് അല്ലേ നമുക്ക് ജിപ്സത്തിന്റെ ഫോർമുല എടുത്ത് തന്നെ നോക്കിയാൽ തന്നെ നമുക്കറിയാം. CaSO4 NH2O എന്നുള്ളതാണ്. എന്ത് ചെയ്യും? ഡോട്ട് ഇട്ട് NH2O എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഈ H2O അതിനകത്ത് വാട്ടറിന്റെ പ്രസൻസ് ഉണ്ട്. പക്ഷെ ഈ മിനറലിന്റെ അകത്തല്ല. അതായത് ആ ഒരു ഇൻഡിവിജ്വൽ മിനറലിനകത്തേക്ക് വാട്ടർ കയറുന്നില്ല.
പക്ഷേ ഇവരുമായിട്ട് എന്ത് ചെയ്യും, കൂടിച്ചേരും, വാട്ടർ എന്ത് ചെയ്യും, കൂടിച്ചേർന്ന് നിൽക്കുകയും അങ്ങനെ എന്താണ് ഒരു എക്സ്പാൻഷൻ സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കാൽഷ്യം സൾഫേറ്റ് എൻറിച്ച്ഡ് ആയിട്ടുള്ള മിനറൽസിന് വെതറിങ് സംഭവിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജിപ്സം ഫോം ചെയ്യുന്നത്. അതുപോലെ അലൂമിനിയം, നമ്മുടെ എന്താണ് ബോക്സൈറ്റുകൾ ഫോം ചെയ്യുന്നത്, ലാറ്ററൈറ്റ്, ഇതൊക്കെ എന്താണ് ഈ ഹൈഡ്രേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്ന ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ചേഞ്ചസിൽ വരുന്ന ആൾക്കാരാണ്. ഈ മൂന്നാമത്തെ എന്താണ് കാർബണേഷൻ. കാർബണേഷൻ എന്താണ്, കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും എന്ത് ചെയ്യും, മിനറൽസുമായിട്ട് റിയാക്ട് ചെയ്ത് എന്ത് ചെയ്യും, അവിടെ ഒരു ബ്രേക്കിംഗ് ഡൗൺ ഉണ്ടാവും. അതായത് മിനറലിനെ എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്ത് ചെയ്യും, വെതറിങ് സംഭവിക്കും. അതിനെയാണ് നമ്മൾ കാർബണേഷൻ അല്ലെങ്കിൽ കാർബണീകരണം. അപ്പോൾ ആദ്യത്തെ സൊല്യൂഷനിനകത്ത് എന്താണ് വാട്ടറും ആസിഡ്സും ആയിരുന്നു. ഹൈഡ്രേഷനകത്ത് എന്താണ് വാട്ടറാണ്, പക്ഷെ ആദ്യത്തെ കേസിൽ എന്താണ് വാട്ടറിനകത്തേക്ക് മിനറൽ മിക്സ് ആവും. രണ്ടാമത്തെ കേസിൽ റോക്കിനകത്തേക്ക് എന്ത് ചെയ്യും, വാട്ടർ പോവുകയും അതെന്ത് ചെയ്യും, മിനറൽസ് അത് അബ്സോർബ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യും. അതിനാണ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജലീകരണം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കേസിൽ കാർബണേഷന്റെ കേസിൽ എന്താണ് കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും എന്താണ് മിനറലുമായിട്ട് റിയാക്ട് ചെയ്ത് എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കാർബണേഷൻ എന്ന് പറയുന്നത്. ഇനി നാലാമതായിട്ട് എന്താണ് ഓക്സീകരണം അല്ലെങ്കിൽ ഓക്സിഡേഷൻ. അവിടെ എന്താണ് മിനറൽ എന്താണ് ഹൈഡ്രോക്സൈഡുകളും മിനറൽ എന്താണ് നമ്മുടെ ഇൻഡിവിജ്വൽ മിനറൽ എന്താണ് ഓക്സിജനുമായിട്ട് എന്താണ് കോമ്പിനേഷൻ സംഭവിച്ച് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളുമായിട്ട് മാറും. നമ്മൾ ഫോർ എക്സാമ്പിൾ എന്താണ് അയൺ അല്ലേ, അയൺ എന്നാണ് നമുക്കറിയാമല്ലേ, അയൺ ചുമ്മാ നമ്മളെന്താണ് എവിടെയെങ്കിലും ചുമ്മാ ഒരു കസേര കൊണ്ട് ചുമ്മാ വെച്ചിരുന്ന എന്താണ് അത് ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചല്ലേ, അന്തരീക്ഷത്തിലെ വാട്ടറുമായിട്ടൊക്കെ എന്താണ് പ്രവർത്തിച്ച് എന്ത് ചെയ്യും, അയണിൻ്റെ ഓക്സൈഡുകളായിട്ട് മാറും അല്ലേ. അത് അങ്ങനെ എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, വെതറിങ് സംഭവിക്കും. അങ്ങനെ എന്ത് ചെയ്യും, വെതറിങ് സംഭവിക്കുന്നതിനെയാണ് പ്രധാനമായിട്ടും ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഇതിന് വിധേയമാക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെയാണ് അയണ്, മാംഗനീസ്, സൾഫർ ഇങ്ങനെയുള്ള മിനറൽസ് ആണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത് ഈ ഓക്സിഡേഷന് വിധേയമാക്കപ്പെടുന്നത്. അപ്പോൾ എന്താണ് പ്രധാനപ്പെട്ട കെമിക്കൽ വെതറിങ്ങുകൾ ഏതൊക്കെയാണ്, സൊല്യൂഷൻ ആക്ടിവിറ്റി, കാർബണേഷൻ, ഹൈഡ്രേഷൻ, ഓക്സിഡേഷൻ. ഇതിനാണ് എന്ത് പറയുന്നത് പ്രധാനപ്പെട്ട കെമിക്കൽ വെതറിങ്ങുകൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സൊല്യൂഷൻ അല്ലെങ്കിൽ സംലയനം, ഹൈഡ്രേഷൻ അല്ലെങ്കിൽ ജലീകരണം, കാർബണേഷൻ അല്ലെങ്കിൽ കാർബണീകരണം, ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണം. സൊല്യൂഷനകത്ത് എന്താണ് വെള്ളത്തിനകത്തേക്ക് മിനറൽ പോകും, ഹൈഡ്രേഷനകത്ത് എന്താണ് മിനറലിനകത്തേക്ക് വെള്ളം ഇറങ്ങും. മൂന്നാമത്തെ കാർബണേറ്റുകളിൽ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും. ഓക്സിഡേഷനിൽ എന്താണ് ഒബ്വിയസ്ലി ഓക്സിജൻ ആണ് എന്ത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത്. ഇതാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ രാസീയ അപക്ഷയത്തിൽ വരുന്ന പ്രധാനപ്പെട്ട പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് എന്താണ് ഭൗതിക അപക്ഷയങ്ങൾ അല്ലേ, ഭൗതിക അപക്ഷയം പ്രധാനമായിട്ടും അല്ലെ, ഭൗതിക അപക്ഷയം എന്ന് പറയുന്നത് എന്താണ്, അവിടെ കെമിക്കൽ ചേഞ്ച് ഒന്നുമില്ല, എന്താണ് അവരിയ്ക്കുന്ന എന്താണ് മൊത്തത്തിലുള്ള ഫിസിക്കൽ കണ്ടീഷൻ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെയാണ് എന്ത് പറയുന്നത് ഭൗതിക അപക്ഷയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഭൗതിക അപക്ഷയങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, അവരുടെ ഫിസിക്കൽ കണ്ടീഷനിൽ ഉണ്ടാകുന്ന എന്താണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളെയാണ് എന്ത് പറയുന്നത് നമ്മുടെ ഭൗതിക അപക്ഷയങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫിസിക്കൽ അപക്ഷയങ്ങൾ എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്ന അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെ കൊണ്ടാണ് ഇവർ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത് ഫിസിക്കൽ വെതറിങ്ങിന് എന്ത് ചെയ്യുന്നത് വിധേയമാക്കപ്പെടുന്നത്, പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ടെമ്പറേച്ചർ, രണ്ടാമത്തെ എന്ന് പറയുന്നത് വാട്ടർ സ്ട്രെസ്, മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗ്രാവിറ്റി. അപ്പോൾ എന്താണ് ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഭൗതിക അപക്ഷയം സംഭവിക്കുന്നത്. ഒന്ന് ടെമ്പറേച്ചർ, മൂന്നാമത്തെ വാട്ടറിന്റെ പ്രഷർ അല്ലെങ്കിൽ വാട്ടറിന്റെ സ്ട്രെസ്, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗ്രാവിറ്റി. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഭൗതിക അപക്ഷയം അല്ലെങ്കിൽ ഫിസിക്കൽ വെതറിങ് സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ ടൈപ്പുകളാണ് ഉണ്ടാകുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ് ഫ്രീസിങ് ആണ്. അപ്പോൾ കണ്ടിന്യൂസ് ഇപ്പോൾ നമുക്ക് നമുക്ക് കുറച്ചുകൂടെ ഒരു മുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഡൽഹി പോലത്തെ ഒരു സ്ഥലം എടുത്തു, അവിടെ നമുക്കറിയാം അല്ലേ പകൽ സമയത്ത് അത്യാവശ്യം ചൂടും രാത്രി സമയങ്ങളിൽ തണുപ്പും വരും അല്ലേ. അപ്പോൾ ഈ വിള്ളലുകൾ പാറയിൽ അല്ലെങ്കിൽ ശിലകളുടെ വിള്ളലുകളിലൊക്കെ നിൽക്കുന്ന വെള്ളം ചൂട് കുറയുന്ന സമയത്ത് ഫ്രീസ് ആവുകയും ചൂട് കൂടുന്ന സമയത്ത് അവരെന്ത് ചെയ്യും
വീണ്ടും എന്താണ് ലിക്വിഡ് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഐസിന് എന്താണ് വോളിയം കൂടുതലാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഈ റോക്കിൻ്റെ ഈ വിള്ളലുകൾ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഒരു ഫ്രീസിങ് ആൻഡ് തോയിങ് അല്ലേ, അതെന്താണ് ഫ്രീസ് ആവുക അല്ലെങ്കിൽ ഐസ് ആവുകയും പിന്നെ തിരിച്ച് വാട്ടർ ആവുകയും ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ഈ വിള്ളലുകൾ വികസിക്കുകയും എന്താണ് നമ്മുടെ റോക്കിന് എന്ത് ചെയ്യും അപക്ഷയം അല്ലെ വെതറിങ് സംഭവിക്കുകയും ചെയ്യും. അതാണ് എന്ത് ചെയ്യുന്നത് ആദ്യത്തെ കേസ്. രണ്ടാമത് എന്താണ് ടെമ്പറേച്ചർ ചേഞ്ച് അല്ലെ, ടെമ്പറേച്ചർ ചേഞ്ച് നമുക്കറിയാം അല്ലെ, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് കൂടും കുറയും കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അല്ലെ നമുക്കറിയാം ടെമ്പറേച്ചർ നല്ല എന്താണ് താപമുള്ള സമയത്ത് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഉള്ള സമയത്ത് എന്താണ് വസ്തുക്കൾ വികസിക്കുകയും താപം കുറയുമ്പോൾ എന്ത് ചെയ്യും, ഈ വികസനം കുറയുകയും ചെയ്യും. നേരത്തെ പറഞ്ഞ എന്താണ് ഐസിന്റെ കേസ് തന്നെ, ഐസ് എന്താണ് അതിനകത്ത് വാട്ടറിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ കേസിൽ വാട്ടറിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാമത്തെ കേസിൽ എന്താണ് വസ്തുക്കൾ അല്ലെങ്കിൽ ശിലകൾ എന്താണ് ടെമ്പറേച്ചർ അടിക്കുന്ന സമയത്ത് നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യുകയും ആ ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് ചുരുങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് കാരണം എന്ത് ചെയ്യാം, അവിടെ ഒരു വെതറിങ് സംഭവിക്കുക. എന്താണ് ബലം കുറയും അല്ലേ, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എന്താണ് അവരുടെ ഇരിക്കുന്ന കണ്ടീഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അവരുടെ ബലം കുറയുകയും അങ്ങനെ എന്താണ് ഒരു വെതറിങ് സംഭവിക്കുകയും ചെയ്യാം. മൂന്നാമതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അൺലോഡിങ് ആൻഡ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അൺലോഡിങ് ആൻഡ് എക്സ്പാൻഷൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഇതാണ് ഒരു ശില എന്നിരിക്കട്ടെ, അതിൻ്റെ പുറത്ത് എന്ത് ചെയ്യും കുറേ അധികം എന്താണ് സെഡിമെന്റ്സ് ഇങ്ങനെ വന്ന് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഏറ്റവും അടിയിരിക്കുന്ന ആൾക്ക് നല്ല പ്രഷർ ഉണ്ടാവൂലേ, ആ പ്രഷർ കാരണം എന്ത് ചെയ്യും അയാൾക്ക് എന്ത് ചെയ്യും ഒരു വെതറിങ് സംഭവിക്കാം. അതിനെയാണ് എന്ത് പറയുന്നത് അൺലോഡിങ് ആൻഡ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. എന്താണ് മൊത്തത്തിൽ എന്താണ് അതിൻ്റെ പുറത്തുള്ള എന്താണ് ഓവർലൈങ് ആയിട്ടുള്ള എന്താണ് സെഡിമെന്റ്സും റോക്കും ഒക്കെ എന്താണ് അതെന്താണ് കൂടുമ്പോൾ എന്താണ് അത് പ്രഷർ കൂടുകയും അതിൻ്റെ റിമൂവൽ കാരണം എന്താണ് പ്രഷർ കുറയുകയും ചെയ്യും. അങ്ങനെയുള്ള പ്രോസസ്സുകൾ വഴിയാണ് എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്നതിനാണ് അൺലോഡിങ് ആൻഡ് എക്സ്പാൻഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ എന്താണ് പ്രധാനപ്പെട്ട എന്താണ് ആൾക്കാർ ഭൗതിക അപക്ഷയത്തിൽ പ്രധാനപ്പെട്ട് വരുന്ന എന്താണ് ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ട്, രണ്ടാമത്തെ ഫ്രീസിങ് ആൻഡ് തോയിങ്, മൂന്നാമത്തത് അൺലോഡിങ് ആൻഡ് എന്താണ് എക്സ്പാൻഷൻ എന്നുള്ളതാണ് മൂന്നാമത്തെ ഫിസിക്കൽ അപക്ഷയം അല്ലെങ്കിൽ ഫിസിക്കൽ വെതറിങ് എന്ന് പറയുന്നത്. ഇനി ബയോളജിക്കൽ വെതറിങ് എന്ന് പറയുന്നത് എന്താണ് റൂട്ട് വെഡ്ജിങ്. നമുക്കറിയാം ഏതെങ്കിലും ജീവനുള്ള വസ്തുക്കളുടെ എന്താണ് പ്രവർത്തന ഫലമായിട്ടുള്ള അപക്ഷയങ്ങളെയാണ് എന്ത് പറയുന്നത് ജൈവിക അപക്ഷയം അഥവാ ബയോളജിക്കൽ വെതറിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നാലും ജീവനുള്ള എന്ന് പറയുമ്പോൾ എന്താണ് ഏതെങ്കിലും ഫറോയിങ് ആയിട്ടുള്ള അനിമൽസ് എന്താണ് പെരിച്ചാഴി പോലുള്ള ആൾക്കാർ എന്ത് ചെയ്യും, നമ്മളെന്താണ് കുഴികൾ ഉണ്ടാക്കും അല്ലെ, അവർ കുഴികൾ ഉണ്ടാക്കുമ്പോൾ എന്താണ് അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം അപക്ഷയ പ്രവർത്തനങ്ങൾ നടക്കാം. അതിനെയാണ് എന്ത് പറയുന്നത് ജൈവിക അപക്ഷയം. രണ്ടാമത് എന്താണ് റൂട്ട് വെഡ്ജിങ് അല്ലേ, നമുക്കറിയാം പാറകൾക്കിടയിലൊക്കെ ചെറിയ വിള്ളലുകൾ ഉണ്ടാവുമ്പോൾ അതിലേക്ക് എന്താണ് വലിയ വൃക്ഷങ്ങളുടെ വേരുകൾ ഇറങ്ങിച്ചെല്ലുകയും ആ വിള്ളലുകൾ എന്താണ് ഈ ഒരു വേരിൻ്റെ പ്രഷർ കാരണം എന്താണ് വലുതാക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ എന്ത് ചെയ്യും വെതറിങ് പ്രോസസ്സ് കുറച്ചുകൂടെ കൂടുതലായിട്ട് നടക്കാം. അപ്പം ഇങ്ങനെയുള്ള പ്രോസസ്സുകളാണെന്ന് പറയുന്നത് ജൈവിക അപക്ഷയം എന്ന് പറയുന്നത്. ഏതെങ്കിലും ജീവനുള്ള വസ്തുക്കളുടെ എന്താണ് പ്രവർത്തന ഫലമായിട്ട് എന്ത് ചെയ്യാണ് നമുക്ക് അപക്ഷയങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വെതറിങ് പ്രോസസ്സ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ജൈവിക അപക്ഷയങ്ങൾ എന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? അപക്ഷയം ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ എന്താണ് അടുത്തതിലേക്ക് പോകണം. എന്താണ് ഇറോഷൻ എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അപരദനം എന്താണെന്നുള്ളതാണ് നമ്മൾ എന്താണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞല്ലേ അപക്ഷയ അപരദനവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്, അപക്ഷയത്തിന് എന്താണ് അവിടെ എന്താണ് ഡിസിൻറ്റഗ്രേഷൻ മാത്രമേ നടക്കൂ, അതായത് ഘടകങ്ങളായിട്ട് വിഘടിക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല അതിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റം ചെയ്യപ്പെടുന്നില്ല. എന്നാൽ എന്താണ് ഇവിടെ അപരദനത്തിൽ എന്താണ് അല്ലെങ്കിൽ ഇറോഷൻ ആക്ഷനിൽ എന്താണ് ഇവിടെ കുറേ ഏജൻസ് എന്ത് ചെയ്യും വർക്ക് ചെയ്യും. ഏജൻസ് അല്ലെങ്കിൽ കാരകങ്ങൾ എന്ത് ചെയ്യും അവരുടെ പ്രസൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട കാരകങ്ങൾ എന്ന് പറയുന്നത്, ജലം അല്ലെങ്കിൽ നദി,
ഹിമാനികൾ, കാറ്റ്, തിരമാലകൾ ഇങ്ങനെയുള്ള എന്താണ് പ്രധാനപ്പെട്ട എന്താണ് കാരകങ്ങൾ അല്ലെങ്കിൽ ഏജൻസിന്റെ എന്താണ് പ്രവർത്തന ഫലമായിട്ട് എന്താണ് ഈ അപരദനം എന്ന് പറയുമ്പോൾ വിവിധ തരത്തിലുള്ള ഏജൻസിന്റെ പ്രവർത്തന ഫലമായിട്ട് എന്ത് ചെയ്യും ആകെ എന്താണ് നമ്മൾ ആദ്യം അപക്ഷയം വഴി അല്ലെങ്കിൽ എന്താണ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത പ്രോഡക്ട്സിന് അല്ലെങ്കിൽ എന്താണ് ഈ വിഘടിച്ചിരിക്കുന്ന പാറകളെ എന്ത് ചെയ്യും വേറൊരു സ്ഥലത്തേക്ക് എന്താണ് സ്ഥാനമാറ്റം ചെയ്യും, മറ്റു സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യും സ്ഥാനമാറ്റം ചെയ്യും. അതിനെയാണ് എന്ത് പറയുന്നത് ഇറോഷണൽ പ്രോസസ്സ് അല്ലെങ്കിൽ ഇറോഷൻ അല്ലെന്നുണ്ടെങ്കിൽ അപരദനം എന്ന് പറയുന്നത്. അപക്ഷയത്തിനകത്ത് എന്താണ് ഇവിടെ ഡിസിൻറ്റഗ്രേഷൻ മാത്രമേ സംഭവിക്കുന്നുള്ളൂ, സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല. എന്നാൽ അപരദനത്തിലേക്ക് വരുമ്പോൾ എന്ത് പറ്റുന്നുണ്ട് അവിടെ എന്താണ് വിവിധ തരത്തിലുള്ള എന്താണ് ഏജൻസിന്റെ കാരകങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് എന്ത് ചെയ്യും സ്ഥാനമാറ്റം കൂടി സംഭവിക്കുന്നുണ്ട്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അപരദനം എന്ന് പറയുന്നത്. ഇനി ഉന്നതീകരണം അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഡിപ്പോസിഷന്റെ മറ്റൊരു പേരെന്താണ് നിക്ഷേപണം അല്ലെ, നിക്ഷേപണം അല്ലെങ്കിൽ എന്താണ് ഉന്നതീകരണം. ഇപ്പൊ വേറെ പേരുകൾ കൂടെ പറയുന്നത് എന്താണ് ഇതിൽ ഏത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ, ഇന്നതാണ് ഉന്നതീകരണം എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അതെന്തൊന്നും ചിന്തിക്കരുത്. ഉന്നതീകരണം എന്ന് പറഞ്ഞാൽ ഡിപ്പോസിഷനാണ്, നിക്ഷേപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് ഡിപ്പോസിഷൻ. ഉന്നതീകരണം എന്ന് പറയുന്നത് നമ്മുടെ +1 എന്താണ് ജോഗ്രഫി ടെക്സ്റ്റ് മലയാളം ടെക്സ്റ്റിനകത്ത് ഡിപ്പോസിഷന് ഉന്നതീകരണം എന്നാണ് എന്ത് ചെയ്യുന്നത് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡിപ്പോസിഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേട്ടുള്ള പേരെന്ന് പറയുന്നത് നിക്ഷേപണമാണ് അല്ലേ. അതുപോലെ തന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേര് കൂടിയാണ് എന്ത് ഉന്നതീകരണം എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഈ ഉന്നതീകരണം എന്നാണ് എന്ത് ചെയ്യുന്നത് നോക്കേണ്ടത്. അപ്പം നമ്മുടെ അപക്ഷയ അപരദന പ്രക്രിയകളുടെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന എന്ത് അവസാദങ്ങൾ എന്താണ് അവസാദങ്ങളാണ് സെഡിമെന്റ്സ് അല്ലേ. സെഡിമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ് റോക്കിനെ എന്താണ് കുഞ്ഞു പാർട്ടിക്കിൾസ് ആയിട്ട് എന്ത് ചെയ്യുന്നതാണ് ഇവരെന്താണ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യിപ്പിക്കും അല്ലെ. ഇവരെന്താ വിവിധ തരത്തിലുള്ള ഫോഴ്സസിന്റെ ആക്ഷന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും ഈ റോക്കുകൾ പൊടിയായി മാറും അല്ലെങ്കിൽ കുഞ്ഞു പാർട്ടിക്കിൾസ് ആയിട്ട് മാറും. ആ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ സെഡിമെന്റ്സ് അല്ലെങ്കിൽ അവസാദങ്ങൾ എന്ന് പറയുന്നത്. സെഡിമെന്റ്സ് അല്ലെങ്കിൽ അവസാദങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ ഇറോഷൻ ആക്ടിവിറ്റിയിൽ അല്ലെ അപരദന പ്രക്രിയയിൽ എന്താണ് വിവിധ തരത്തിലുള്ള ഏജന്റുകളുടെ പ്രവർത്തന ഫലമായിട്ട് എന്താണ് അവര് മറ്റൊരു പ്രദേശത്ത് എന്ത് ചെയ്യും നിക്ഷേപിക്കപ്പെടും. ഈ നിക്ഷേപിക്കപ്പെടുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത് ഡിപ്പോസിഷൻ അല്ലെങ്കിൽ ഉന്നതീകരണം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സംവഹനം ചെയ്യപ്പെടുന്ന പദാർത്ഥങ്ങളെ എന്താണ് നിക്ഷേപിക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത് ഉന്നതീകരണം അല്ലെങ്കിൽ ഡിപ്പോസിഷൻ അല്ലെങ്കിൽ നിക്ഷേപണം എന്ന് പറയുന്നത്. ഇനി എന്താണ് നമ്മുടെ ഈ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത പ്രോഡക്ട്സിനെ അല്ലെ ചെയ്ത പ്രോഡക്ട്സിനെ എന്താണ് സെഡിമെന്റ്സ് എന്ന് പറയും. ഇനി എന്താണ് നമ്മൾ വിഘടനം പറഞ്ഞല്ലോ. അപ്പൊ അപക്ഷയ പ്രക്രിയകൾക്ക് എന്താണ് പ്രധാനപ്പെട്ട രണ്ട് പ്രോഡക്റ്റുകളാണുള്ളത്. എന്താണ് അവർക്ക് 2 എൻഡ് പ്രോഡക്റ്റുകളാണുള്ളത്. ഒന്ന് എന്താണ് റെഗോലിത്തുകൾ എന്ന് പറയും. ഒന്നിനെ നമ്മൾ റെഗോലിത്തുകൾ എന്ന് പറയും. ഈ റെഗോലിത്തുകൾ എന്ന് പറഞ്ഞാൽ വലിയ എന്താണ് അവസാദങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് റെഗോലിത്തുകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രോഡക്റ്റ് ആണ് സോയിൽ. അപ്പൊ എന്താണ് അപക്ഷയ പ്രക്രിയകളുടെ രണ്ട് തരത്തിലുള്ള പ്രോഡക്റ്റുകളുണ്ട്. ആദ്യത്തെ എന്താണ് റെഗോലിത്ത് എന്ന് പറഞ്ഞാൽ വലിയ സൈസുള്ള അവസാദങ്ങളെയാണ് നമ്മൾ റെഗോലിത്തുകൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫ്രാഗ്മെന്റ്സ് റോക്ക് ഫ്രാഗ്മെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റെഗോലിത്തുകൾ എന്ന് പറയുന്നത്. രണ്ടാമതായി ഉണ്ടാകുന്നതാണ് സോയിൽ എന്ന് പറയുന്നത് അപക്ഷയ പ്രക്രിയകളുടെ എൻഡ് പ്രോഡക്റ്റ് ആണ് എന്ത് ഈ സോയിൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ എന്താണ് ഉന്നതീകരണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ക്ലിയർ അല്ലേ. അപ്പൊ നമ്മൾ എന്താണ് പ്രധാനപ്പെട്ട ഡെന്യൂഡേഷൻ അല്ലെങ്കിൽ നിമ്നീകരണ പ്രക്രിയകൾക്ക് പ്രധാനമായിട്ട് നമ്മൾ എത്ര ആൾക്കാരെ പറഞ്ഞു? നമ്മൾ പറഞ്ഞു അപക്ഷയം, അപരദനം, അതുപോലെ തന്നെ മാസ് വേസ്റ്റിംഗ്, അതുപോലെ തന്നെ ഡിപ്പോസിഷൻ. ഈ 4 പ്രോസസ്സുകളാണ് എന്ത് ചെയ്യുന്നത് ഡെന്യൂഡേഷൻ പ്രോസസ്സുകൾ, നിരപ്പാക്കൽ പ്രോസസ്സിലേക്ക് വരുന്നത്. ആ 4 ആൾക്കാരിൽ അപക്ഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെതറിംഗ് പ്രോസസ്സാണ്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള വെതറിംഗ് പ്രോസസ്സുകളുണ്ട്: ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ. അപ്പൊ എന്താണ് ഭൗതികം, രാസീയം, അതുപോലെ തന്നെ എന്താണ് ജൈവികം. ഈ 3 തരത്തിലുള്ള വെതറിംഗ് പ്രോസസ്സുകളാണ് ഉള്ളത്. അതിനകത്തുള്ള ഓരോ ആൾക്കാരെ പറ്റി നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം എന്താണ് നമ്മൾ
നിക്ഷേപണം അല്ലെങ്കിൽ ഡിപ്പോസിഷനെ പറ്റി എന്ത് ചെയ്തു, പഠിച്ചു. ഡിപ്പോസിഷൻ എന്താണ്? അവസാദങ്ങൾ അല്ലേ. ഇൻ്റഗ്രേഷൻ ഡിസിൻറ്റഗ്രേഷൻ കാരണം ഉണ്ടാകുന്ന അവസാദങ്ങളെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്താണ് നിക്ഷേപിക്കുന്ന പ്രോസസ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിപ്പോസിഷൻ പ്രോസസ്സുകൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ 3 പ്രോസസ്സിൻ്റെ എന്താണ്? അപക്ഷയം, അപരദനം, അതുപോലെ തന്നെ എന്താണ് ഉന്നതീകരണം അല്ലെങ്കിൽ നിക്ഷേപണം, ഈ 3 പ്രോസസ്സുകളുടെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? വിവിധ തരത്തിലുള്ള എന്തുണ്ടാകുന്നു? ഭൂരൂപങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നദീജന്യ ഭൂരൂപങ്ങൾ. അപ്പം നദിയുമായി ബന്ധപ്പെട്ട് അല്ലെ, ഒരു നദിയുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്ന ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എന്താണ് ഭൂരൂപങ്ങളെയാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്, നദീജന്യ ഭൂരൂപങ്ങൾ. അപ്പം എന്താണ് നമുക്കറിയാം അല്ലേ, ഒരു നദി ഉത്ഭവിക്കുന്ന പ്രദേശത്തെയാണ് അതിൻ്റെ പ്രഭവസ്ഥാനം അല്ലെങ്കിൽ ഉത്ഭവസ്ഥാനം എന്നൊക്കെ പറയുന്നത്. ഇനി എന്താണ്? പ്രധാനമായും നദിയുടെ എന്താണ് അതിൻ്റെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ എന്താണ്? ജലത്തിൻ്റെ അളവ്, ശിലാഘടന, പ്രദേശത്തിൻ്റെ ചരിവ്. അപ്പം എന്താണ്? നമ്മുടെ ഒരു നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? ജലത്തിൻ്റെ അളവ്, ശിലാഘടന, പ്രദേശത്തിൻ്റെ ചരിവ് എന്നിവയാണ്. നദികൾ എന്താണ്? ഒന്നിലേതെങ്കിലും ലേക്സിൽ അല്ലേ, ലേക്സിൽ എന്ത് ചെയ്യും? അവസാനിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കടലിൽ അല്ലെങ്കിൽ ഓഷൻസിൽ അവസാനിക്കും. ഇനി ലേക്സ് ആയിക്കോട്ടെ, ഓഷൻസ് ആയിക്കോട്ടെ, നമ്മുടെ നദികൾ വന്ന് എൻഡ് ചെയ്യുന്ന സ്ഥലത്തെയാണ് എന്ത് പറയുന്നത്? നദീമുഖം അല്ലെങ്കിൽ മൗത്ത് എന്ന് പറയും അല്ലേ. നമുക്ക് എന്താണ്? റിവർ മൗത്തുകൾ എന്ന് പറയും. അപ്പം എന്താണ്? നദീമുഖം അല്ലെങ്കിൽ റിവർ മൗത്തുകൾ എന്നറിയപ്പെടുന്ന എന്താണ്? നദികൾ കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ പതിക്കുന്ന സ്ഥലങ്ങളെയാണ് എന്ത് പറയുന്നത്? നദീമുഖം എന്ന് പറയുന്നത്. എല്ലാ നദികളും എന്താണ് കടലിലോ ലേക്കിലോ തന്നെ പതിക്കണം എന്നുണ്ടോ? ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട നദി എന്താണ്? നമ്മുടെ ഥാർ മരുഭൂമിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പതിക്കുന്നുണ്ട്. ഏതാണത്? ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട നദി നമുക്ക് എല്ലാവർക്കും അറിയാം, ഥാർ മരുഭൂമിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവസാനിക്കുന്നുണ്ട്. ഏതാണ് ആ നദി? ഏതാണ്? പറയൂ, ഏതാണ്? ഏത് നദിയാണ് ഇന്ത്യയിൽ മരുഭൂമിയിൽ അവസാനിക്കുന്ന നദി? ലൂണി എന്ന് കേട്ടുണ്ടോ? ലൂണി പോയി മാപ്പിൽ നോക്കണേ. ലൂണി എവിടെയാണ് അവസാനിക്കുന്നതെന്ന് പോയി മാപ്പിൽ നോക്കണേ കേട്ടോ. അപ്പം എന്താണ്? നമ്മുടെ ഒരു നദിയിലേക്ക്, അപ്പം നമ്മുടെ എന്താണ് റിവർ മൗത്തുകൾ പറഞ്ഞു. അപ്പം നമ്മൾ എന്താണ് നെക്സ്റ്റ് നോക്കുന്ന ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ പോഷക നദികൾ എന്താണ്? നമുക്കറിയാലോ, ഒരു മെയിൻ സ്ട്രീം കാണും. ഏതൊരു നദിക്കും ഒരു മെയിൻ സ്ട്രീമും കാണും, കുറേ അധികം എന്താണ് കൈവഴികളെയും കാണും അല്ലേ. അപ്പം എന്താണ് ഈ കൈവഴികൾ എന്ന് പറയുന്നത്? നമ്മുടെ മെയിൻ സ്ട്രീമിലേക്ക് വെള്ളം എത്തിക്കുന്ന അല്ലേ, നമ്മുടെ ഈ നദികളിലേക്ക് അല്ലെ, മെയിൻ ആയിട്ടുള്ള നദിയിലേക്ക് വെള്ളം എത്തുന്ന അല്ലെങ്കിൽ അവരിലേക്ക് ഒഴുകിച്ചേരുന്ന മറ്റു കുഞ്ഞു കുഞ്ഞു നദികൾ അല്ലെങ്കിൽ ഉപനദികളെയും നീർച്ചാലുകളെയും ഒക്കെയാണ് എന്ത് പറയുന്നത്? പോഷക നദി, ട്രിബ്യൂട്ടറി, കൈവഴികൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? മെയിൻ സ്ട്രീമിലേക്ക് ഒഴുകിച്ചേരുന്ന അല്ലെ, അവരിലേക്ക് വെള്ളം എത്തിക്കുന്ന എന്താണ് ചെറിയ ഉപനദികളെയും നീർച്ചാലുകളെയുമാണ് എന്ത് പറയുന്നത്? പോഷക നദി എന്ന് പറയുന്നത്. ഇനി അവരിൽ നിന്ന് മെയിൻ സ്ട്രീമിൽ നിന്ന് ഒഴുകി മാറുന്നതെന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം അല്ലേ, സ്ട്രീംസ് എന്താണ് അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോൾ അതെന്താണ്? നമ്മുടെ ഓഷനിലേക്കൊക്കെ എത്താറാകുന്ന സമയത്ത് എന്ത് ചെയ്യും? അവരെന്താണ് ഒരുപാടധികം നിക്ഷേപങ്ങൾ നടത്തും അല്ലേ. അവരെന്താണ് കുറേ അധികം കൊണ്ടുവന്ന സെഡിമെന്റ്സിനെ എല്ലാം എന്ത് ചെയ്യും? അവസാനം അവരുടെ ഏറ്റവും അവസാനം വാർദ്ധക്യഘട്ടത്തിൽ അല്ലെങ്കിൽ ഓൾഡ് ഏജിലൊക്കെ എത്തുന്ന സമയത്ത് എന്താണ്? നിക്ഷേപിക്കും. അങ്ങനെ നിക്ഷേപിക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? നദികൾ എന്ത് ചെയ്യും? കൈവഴി അല്ലെ കുഞ്ഞെന്താണ് അവരുടെ ഡിസ്ട്രിബ്യൂട്ടറീസ് ആയിട്ട് പോഷക നദികളല്ല കേട്ടോ. കൈവഴികൾ എന്ന് പറയുന്നത് പോഷക നദിയല്ല കേട്ടോ. തിരിഞ്ഞു പോകുന്ന ആൾക്കാർ ഡിസ്ട്രിബ്യൂട്ടറീസിനെയാണ് എന്ത് പറയുന്നത്? കൈവഴികൾ എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ടറീസിനെയാണ് കൈവഴികൾ എന്ന് പറയുന്നത്. നേരത്തെ തിരിഞ്ഞു പോയതാണ്, ഓർത്ത് വെച്ചിരിക്കുക. കൈവഴികൾ എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടറീസിനെയാണ്. എന്തുകൊണ്ടാണ് ഡിസ്ട്രിബ്യൂട്ടറീസ് ഫോം ചെയ്യുന്നത്?
നദികൾ അവരുടെ അവസാന ഘട്ടത്തിൽ അല്ലെ, അവസാന ഘട്ടത്തിൽ എന്ത് ചെയ്യും, ഒരുപാടധികം സെഡിമെന്റ്സ് എന്ത് ചെയ്യും, നിക്ഷേപിക്കും. ഈ സെഡിമെന്റ്സ് നിക്ഷേപിക്കുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, അവർ മെയിൻ സ്ട്രീമിൽ നിന്ന് എന്ത് ചെയ്യും, വേർപെട്ട് എന്ത് ചെയ്യും, ഒഴുകാൻ വേണ്ടി തുടങ്ങും. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ട്രിബ്യൂട്ടറീസ് അഥവാ കൈവഴികൾ എന്ന് പറയുന്നത്. ഗംഗയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടറിയാണ് ഏത്, ഹൂഗ്ലി നദി അല്ലെ. കൊൽക്കട്ട നഗരത്തിലൂടെ ഒഴുകുന്ന ഹൂഗ്ലി നദി എന്ന് പറയുന്നത് ഗംഗയുടെ വളരെ പ്രധാനപ്പെട്ട എന്താണ്, ഒരു ഡിസ്ട്രിബ്യൂട്ടറി അല്ലെങ്കിൽ കൈവഴികളാണ്. ഇനി നമുക്കറിയാല്ലേ, നമ്മൾ ഈ ഭാരതപ്പുഴ നമ്മൾ ജസ്റ്റ് എന്താണ് അതിന്റെ പുറത്തൂടെ എന്താണ് ട്രെയിനിലോ ഒക്കെ പോകുന്ന വഴി എന്തായി നമുക്ക് കാണാൻ പറ്റും അല്ലേ, വലിയ മണൽക്കൂനകളാണ്. അപ്പൊ ഈ നദികൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒഴുകി വരുന്നതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള മണൽക്കൂനകൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം എന്താണ്, ഇവരുടെ ഒഴുക്ക് എന്ത് ചെയ്യും, ഇപ്പം ഇങ്ങനെ വരുന്ന നദി എന്ത് ചെയ്യും, ഇതുവഴി ഒഴുകും, ഇങ്ങനെ ഒഴുകും, വീണ്ടും എന്ത് ചെയ്യും, ഇങ്ങനെ കയറി ഒഴുകും. അപ്പം ഈ ഇരിക്കുന്ന എല്ലാം മണൽത്തിട്ടകളാണെന്നിരിക്കട്ടെ, മണൽത്തിട്ടകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എന്താണ് ഫാഷനിൽ ഒഴുകുന്ന അല്ലെങ്കിൽ എന്താണ് ഇത്തരം മണൽത്തിട്ടകളുടെ ഇടയിലൂടെ ഒഴുകുന്ന ഈ ഒരു ഫോമേഷന് നമ്മൾ പറയുന്ന പേരാണ് ബ്രെയ്ഡഡ് സ്ട്രീം എന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പറയുന്നത്. അന്ന് നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, ഇതൊക്കെ നോക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇത് അറിഞ്ഞിരിക്കുക, ഇങ്ങനെ ഒഴുകുന്നതിന് നമ്മൾ ബ്രെയ്ഡഡ് സ്ട്രീം എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. എന്താണ്, അവസാന ഘട്ടത്തിൽ എന്താണ് ഒരുപാട് അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, ബ്രെയ്ഡഡ് സ്ട്രീംസ് ഒക്കെ ഫോം ചെയ്യുന്നത്. ഇനി ഒരു നദി എന്താണ്, അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് നദീമുഖം വരെ എത്തുന്നതിനെ പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, തിരിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യൻ എന്താണ്, ബാല്യം, കൗമാരം, യൗവനം, എന്താണ് വാർദ്ധക്യം എന്ന് പറയുന്ന പോലെ എന്താണ് നദിക്ക് എന്താണ് പ്രധാനമായിട്ട് 3 ഘട്ടങ്ങളുണ്ട്. ഒന്നെന്താണ് യങ് ഏജ് അല്ലെങ്കിൽ യൗവനഘട്ടം, 2 എന്താണ് മധ്യഘട്ടം അല്ലെങ്കിൽ മെച്യൂർ സ്റ്റേജ്, 3 എന്താണ് വാർദ്ധക്യഘട്ടം അല്ലാന്നുണ്ടെങ്കിൽ ഓൾഡ് ഏജ്. അപ്പോൾ എന്താണ് ഇതിനെ ഉപരിഘട്ടം, മധ്യഘട്ടം അതുപോലെ തന്നെ കീഴ്ഘട്ടം എന്നും എന്ത് ചെയ്യാം, പറയാം. ഇംഗ്ലീഷിൽ അങ്ങനെ പറയും, യങ് ഏജ്, മെച്യൂർ സ്റ്റേജ് അഥവാ എന്താ മൂന്നാമത് എന്താണ്, അല്ലെങ്കിൽ മിഡ് സ്റ്റേജ് എന്നും പറയാം. മിഡിൽ സ്റ്റേജ് എന്നോ ഒക്കെ എന്ത് ചെയ്യാം, മധ്യഘട്ടത്തെ പറയാം. അതിനുശേഷം എന്താണ് മൂന്നാമത്തെയാണ് ഓൾഡ് സ്റ്റേജ്. അപ്പം എന്താണ് പ്രധാനമായിട്ടും നദികൾക്ക് എന്താണ് 3 ഘട്ടങ്ങളാണുള്ളത്, ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം എന്നിങ്ങനെ 3 സ്റ്റേജുകളാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും നദിക്ക് ഉള്ളത്. ഇനി എന്താണ് നദിക്ക് എന്ത് ചെയ്യും, പലതരത്തിലുള്ള അപരദന പ്രക്രിയകളുണ്ട്. നദി എന്താണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്ന, അല്ലെങ്കിൽ നദിയുടെ പ്രധാനപ്പെട്ട ഇറോഷണൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആദ്യത്തേത് ജലീകരണം അല്ലെങ്കിൽ എന്താണ് ഹൈഡ്രേഷൻ അല്ലേ, ജലീകരണം അല്ലെങ്കിൽ ഹൈഡ്രേഷൻ ആക്ടിവിറ്റി. ഞാൻ പറഞ്ഞു അല്ലേ, നേരത്തെ പറഞ്ഞ സെയിം സാധനമാണ്. ഇപ്പം എന്താണ് വല്ല ലൈം സ്റ്റോണിൻ്റെ പുറത്തൂടെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ഈ കല്ലിനെയൊക്കെ എന്താണ് അലിയിച്ചെടുത്ത് എന്ത് ചെയ്യും, നമ്മുടെ റിവർ കൊണ്ടുപോകും അല്ലേ. അതിനെയാണ് ജലീകരണം അല്ലെങ്കിൽ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. നദിയുടെ ഇറോഷണൽ ആക്ടിവിറ്റീസ് അതിൽ പ്രധാനപ്പെട്ട എന്താണ് ജലീകരണം അല്ലെങ്കിൽ ഹൈഡ്രേഷൻ ആണ് എന്ത് ചെയ്യുന്നത് നദിയുടെ ഇറോഷണൽ ആക്ടിവിറ്റിയിൽ ഏറ്റവും പ്രധാനമായി വരുന്നത്. അതെന്താണ്, ഇവിടെ എന്താണ് സൊല്യൂഷൻ ചെയ്യും. നമ്മുടെ എന്താണ് വെള്ളം എന്ത് ചെയ്യും, നമ്മളെ സോല്യൂബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ എന്താണ് മിനറൽസിനെ കലക്കിയെടുത്ത് കൊണ്ടുപോകുന്ന പരിപാടിയാണ്. ആ ഒരു തരത്തിലുള്ള നദിയുടെ ഇറോഷണൽ ആക്ടിവിറ്റിയാണ് എന്ത് പറയുന്നത്, ജലീകരണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ് അട്രീഷൻ അല്ലെങ്കിൽ ശോഷണം. രണ്ടാമത്തെ അട്രീഷൻ അല്ലെങ്കിൽ ശോഷണം. ഇതെന്താണ് അട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് എന്താണ് നദി കൊണ്ടുവരുന്ന സെഡിമെന്റ്സ് അല്ലെ. നദി എന്താണ് പാറക്കല്ലുകളേക്ക് എന്ത് ചെയ്യും കൊണ്ടുവരും അല്ലെ. നദി എന്താണ് പാറക്കല്ലുകളേക്ക് കൊണ്ടുവരും. അപ്പൊ എന്താണ് ഇപ്പൊ 2 പാറക്കല്ല് എന്താണ് വെള്ളത്തിലൂടെ ഒഴുകി വരികയാണ്. അപ്പൊ എന്താണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുകയും തടയുകയും ഒക്കെ ചെയ്യൂലേ, ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, അട്രീഷൻ എന്ന് പറയുന്നത്. അട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നദി കൊണ്ടുവരുന്ന നദിയിലൂടെ എന്താണ് ഒഴുകി വരുന്ന എന്താണ് കല്ലുകൾ എന്താണ് പരസ്പരം എന്ത് ചെയ്യും ഒരയുന്നതിലൂടെ, അവരെന്താണ് പരസ്പരം എന്താണ് തട്ടുന്നതിലൂടെ അവരുടെ വലിപ്പം നഷ്ടപ്പെടുന്ന രീതി അല്ലെങ്കിൽ എന്താണ് അവർക്കുണ്ടാകുന്ന വെതറിങ്ങിനെയാണ് എന്ത് പറയുന്നത്, അട്രീഷൻ അഥവാ ശോഷണം എന്ന് പറയുന്നത്.
ശോഷണം എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്താണ്? അപഘർഷണം. അപഘർഷണം അപഘർഷണം മൂന്നാമത്തെ പ്രോസസ്സാണ് എന്ത്? അപഘർഷണം. അപഘർഷണം എന്താണ്? ഈ കൊണ്ടുവരുന്ന സെഡിമെന്റ്സ് നദിയുടെ എന്താണ് അടിത്തട്ടിലുള്ള ബെഡ് റോക്കുകൾ അല്ലെ, നദിയുടെ അടിത്തട്ടിലുള്ള ബെഡ് റോക്കുകളിൽ കിടന്നുരയുന്നത് വഴി എന്താണ്? അവിടെ നടക്കുന്ന ഇറോഷണൽ ആക്ടിവിറ്റിയാണ് അപഘർഷണം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നദിക്ക് 3 തരത്തിലുള്ള ആക്ടിവിറ്റിയാണല്ലോ. നദിക്ക് പ്രധാനമായിട്ടും എന്താണ്? 3 തരത്തിലുള്ള ആക്ടിവിറ്റിയാണ് എന്ത് ചെയ്തത് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ജലീകരണം ഹൈഡ്രേഷൻ അല്ലെ, ജലീകരണം അല്ലെങ്കിൽ ഹൈഡ്രേഷൻ. രണ്ടാമത്തെ ടൈപ്പാണ്. രണ്ടാമത്തെ ടൈപ്പ് എന്താണ്? അട്രീഷൻ അല്ലെ, അട്രീഷൻ അല്ലെങ്കിൽ ശോഷണം. മൂന്നാമത് എന്താണ്? അപഘർഷണം അല്ലെങ്കിൽ അബ്രേഷൻ. അപഘർഷണം അല്ലെങ്കിൽ അബ്രേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? മൂന്നാമത് വരുന്നത്. ഇനി അബ്രേഷൻ എന്ത് ചെയ്യും അല്ലെങ്കിൽ അപഘർഷണത്തിന് നമുക്ക് 3ആയിട്ട് തിരിക്കാം. അവിടെ എന്താണ്? വെർട്ടിക്കൽ, താഴെ അല്ലേ, അടിയിലേക്ക് നമ്മുടെ ബെഡ് റോക്കിന് എന്താണ് ചുരണ്ടുന്ന പരിപാടിയുണ്ട്, അതിന് ഡൗൺ കട്ടിങ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഇറോഷൻ എന്ന് പറയും. നദിയുടെ സൈഡ് അല്ലേ, സൈഡ് വാൾസിനെ ഇടിക്കുന്ന പരിപാടിയെ എന്താണ്? ലാറ്ററൽ ഇറോഷൻ എന്ന് പറയും. ഇനി എന്താണ്? നദി എന്താണ്? തുടങ്ങുന്നല്ലേ, ഉത്ഭവിക്കുന്ന സ്ഥലം എന്താണ്? നമ്മൾ എന്താണ് പ്രധാനമായിട്ട് എന്താണ്? ഈ കുന്നും ചെരുവിൽ നിന്ന് എന്ത് ചെയ്യാണ്? നദി ഉത്ഭവിച്ച് വരികയാണ്. അപ്പൊ എന്താണ്? ഇവിടെ എന്ത് ചെയ്യും? നദി ഇങ്ങനെ ഇറോഡ് ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് ഹെഡ്വേർഡ് ഇറോഷൻ എന്ന് പറയുന്നത്. അതിന്റെ എന്താണ്? അതിന്റെ ഉത്ഭവ സ്ഥാനത്ത് നടക്കുന്ന ഇറോഷനെയാണ് എന്ത് പറയുന്നത്? ഹെഡ്വേർഡ് ഇറോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? പ്രധാനമായി അപഘർഷണം അല്ലെങ്കിൽ അബ്രേഷനെ 3ആയി തിരിക്കാം. ഒന്നെന്താണ്? വെർട്ടിക്കൽ, താഴേക്കുള്ളതാണ്. രണ്ടാമത്തത് ലാറ്ററൽ, സൈഡ് വൈസ് ആയിട്ട് നടക്കുന്നതാണ്. മൂന്നാമത്തത് ഹെഡ്വേർഡ്, അവിടെ എന്താണ്? തല എന്താണ്? അതിന്റെ ഉത്ഭവിക്കുന്ന സ്ഥാനത്ത് കിടക്കുന്നതിനാണ് ഹെഡ്വേർഡ് ഇറോഷൻ എന്ന് പറയുന്നത്. ഈ ഹെഡ്വേർഡ് ഇറോഷൻ കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് എന്താണ്? റിവർ പൈറസി നടക്കുന്നത്. റിവർ പൈറസി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇപ്പൊ ഈ ഒരു മലയുടെ 2 സൈഡിൽ നിന്ന് എന്ത് ചെയ്യാണ്? പുഴകൾ പോവുകയാണെന്നിരിക്കട്ടെ. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും എന്താണ്? ഈ ഹെഡ്വേർഡ് ഇറോഷൻ ആണ് അല്ലേ. അങ്ങനെ ഇറോഡ് ചെയ്ത് എന്ത് ചെയ്യും? ഈ വലിയ ഇപ്പൊ എന്താണ്? ഇതൊരു കുഞ്ഞു ചാലാണെന്നിരിക്കട്ടെ, ഇതൊരു കുഞ്ഞു ചാലാണ്, ഇതെന്താ അത്യാവശ്യം വലിയൊരു നദിയാണെന്നിരിക്കട്ടെ. അങ്ങനെ എന്ത് ചെയ്യും? ഇയാൾ ഇറോഡ് ചെയ്ത് ഇഞ്ഞി വന്നതിന് ശേഷം എന്ത് ചെയ്യും? ഈ നദി എന്ത് ചെയ്യും? ഇയാൾ ആ കൂട്ടത്തിൽ എടുത്തുകൊണ്ട് വന്ന് ഈ വഴിക്ക് ഒഴുകും. അങ്ങനെ എന്താണ്? ഇവിടെ ഒഴുകിക്കൊണ്ടിരുന്ന ഈ ചാൽ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? നിലയ്ക്കും. അങ്ങനെ എന്താണ്? അവിടെ ഒരേ ഒരു നദി മാത്രമായിട്ട് മാറും. അങ്ങനെ നടക്കുന്ന പ്രോസസ്സുകളാണ് എന്ത് പറയുന്നത്? റിവർ പൈറസി അല്ലെങ്കിൽ എന്താണ്? നദി പിടിച്ചെടുക്കൽ പരിപാടി എന്നൊക്കെ എന്ത് ചെയ്യും? മലയാളത്തിൽ പറയും. ഇപ്പൊ റിവർ പൈറസി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു കുന്നിന്റെ മണ്ടയിൽ 2 സൈഡിൽ എന്താണ്? ഓരോ നദികളുണ്ടെന്നിരിക്കട്ടെ. അപ്പൊ എന്താണ്? വലിയ നദിക്ക് അല്ലേ, കമ്പാരിറ്റീവ്ലി വലിയ നദിക്ക് എന്താണ്? ഈ ഹെഡ്വേർഡ് ഇറോഷൻ കൂടുതലായിരിക്കും. അങ്ങനെ അവരെന്താണ്? ഇറോഡ് ചെയ്ത് വന്ന് കുഞ്ഞു നദിയെ കൂടെ എന്ത് ചെയ്യും? അവരുടെ പാർട്ടാക്കി മാറ്റും. അങ്ങനെ നടക്കുന്നതിനെയാണ് റിവർ പൈറസി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ നദിയുടെ പ്രധാനപ്പെട്ട ഇറോഷണൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി ഓരോ ഘട്ടങ്ങളിലും ഇവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അടുത്ത് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യങ് ഏജ് അല്ലെങ്കിൽ യൗവനഘട്ടത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? അവിടെ എന്താണ്? നല്ല സ്പീഡാണ്. അപ്പോൾ വെലോസിറ്റി, നമ്മുടെ ഒരു റിവറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെലോസിറ്റിയിൽ എന്താണ്? ഒഴുകുന്ന സമയമാണ് ഇത് യൂത്ത് സ്റ്റേജ് അല്ലെങ്കിൽ യങ് ഏജ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും എന്താണ്? ഏതെങ്കിലും മലയുടെ മുകളിലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്? ചരിവ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ എന്തൊക്കെയാണ് പ്രത്യേകത? മലയുടെ മുകളിലായിരിക്കും. അപ്പൊ യൂത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മലയുടെ മുകളിലായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല വെലോസിറ്റി കാണും, നല്ല വേഗതയിലായിരിക്കും നദി ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? നല്ല സ്റ്റീപ്പായിട്ടുള്ള സ്റ്റോപ്പ് ആയിരിക്കും. വെർട്ടിക്കൽ ഇറോഷൻ, അതായത് എന്താണ്? അതിന്റെ ബെഡ് റോക്ക് അല്ലെ, അടിത്തട്ടിലേക്കാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ ഒരു സ്റ്റേജിൽ എന്താണ്? റിവറിന്റെ ഇറോഷണൽ ആക്ടിവിറ്റി എന്ത് ചെയ്യുന്നത്? കൂടുതലായിട്ട് നടക്കുന്നത്. അപ്പോൾ വെർട്ടിക്കൽ ഇറോഷൻ ആയിരിക്കും കൂടുതലായിട്ട് നടക്കുന്നത്. ഈ ഭാഗങ്ങളിൽ ഫോം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇറോഷൻ ലാൻഡ് ഫോം ആണ് വി ഷേപ്ഡ് വാലീസ് അല്ലെങ്കിൽ വി ഷേപ്പുള്ള അല്ലെങ്കിൽ വി താഴ്വരകളാണ് എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും ഈ സ്റ്റേജ് നടക്കുന്നത്. പ്രധാനമായിട്ടും എന്താണ്? ഈ സ്ട്രീമുകളുടെ ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ എന്താണ്? ഒരുപാടധികം പോഷക നദികളൊന്നും എന്ത് ചെയ്യുന്നില്ല? മെയിൻ സ്ട്രീമിൽ ഈ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നില്ല? ഫോം ചെയ്യുന്നില്ല. ഈ സമയത്ത് എന്ത് ചെയ്യുന്നില്ല? ഒരുപാടധികം എന്താണ്? പോഷക നദികളൊന്നും മെയിൻ സ്ട്രീമിൽ വന്ന് എൻഡ് ചെയ്യുന്നില്ല. റിവർ എന്തായിരിക്കും? റിലേറ്റീവ്ലി വളരെ കൊച്ചായിട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നത്. അതുപോലെ തന്നെ വാട്ടർഫോൾസ്, റാപ്പിഡ്സ്, ഇതൊക്കെ പ്രധാനമായിട്ട് ഫോം ചെയ്യുന്ന എന്തായിരിക്കും?
ഈ ഒരു സ്റ്റേജിലാണ്. അപ്പം നമ്മളെന്താണ് യൗവന ഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മളെന്താണ് പറഞ്ഞത്, ഇവിടെ എന്താണ് ഏതാനും നീർച്ചാലുകൾ മാത്രമേ കാണുകയുള്ളൂ. അങ്ങനെ ഒരുപാട് എന്ത് ചെയ്യില്ല, പോഷക നദികളൊന്നും മെയിൻ സ്ട്രീമിന് ഉണ്ടായിരിക്കില്ല. നല്ല സ്പീഡായിരിക്കും, ഏതെങ്കിലും മലയുടെ മുകളിലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് വെലോസിറ്റി വളരെ കൂടുതലായിരിക്കും. പിന്നെ അണ്ടർ കട്ടിങ് ആണല്ലേ, അടിയിലേക്കാണല്ലേ, വെർട്ടിക്കൽ ഇറോഷനാണ് കൂടുതലായിട്ടും നടക്കുന്നത്. പ്രധാനമായിട്ട് രൂപം കൊള്ളുന്ന എന്തൊക്കെയാണ്, വെള്ളച്ചാട്ടങ്ങൾ അല്ലെങ്കിൽ വാട്ടർഫോൾസ്, റാപ്പിഡ്സ്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ വാട്ടർഫോൾസ് എന്താണ് നമ്മുടെ വി ഷേപ്ഡ് വാലീസുമാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത് യൗവന ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നത് ഫോം ചെയ്യുന്നത്. ഇനി എന്താണ് ഈ വി ഷേപ്ഡ് വാലീസ് എന്ന് പറയുന്നത്, ഇവിടെ എന്താണ് ഈ ഒരു ഇതെന്താണ് നമ്മുടെ ഒരു റിവറിൻ്റെ മലയിലൂടെ ഒഴുകി വരികയാണല്ലേ ഈ റിവർ. അപ്പം എന്താണ് ഇവരെന്ത് ചെയ്യും, അടിയിലേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു കുന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ഇങ്ങനെ വീയുടെ ആകൃതിയിൽ എന്ത് ചെയ്യും, ഒരു വാലി ഫോം ചെയ്യും. അതിനെയാണ് എന്ത് പറയുന്നത്, വി ഷേപ്ഡ് വാലി എന്ന് പറയുന്നത്. ഇനി എന്താണ് വെള്ളച്ചാട്ടങ്ങൾ അല്ലെങ്കിൽ എന്താണ് വാട്ടർഫോൾസ് വരും. അപ്പോൾ ഈ വാട്ടർഫോൾസ് എന്താണ് കഠിനവും മൃദുലവുമായ, ഇപ്പം എന്താണ് ഇവിടെ എന്താണ് ഇതൊരു സോഫ്റ്റ് റോക്കും ഇതെന്താണ് ഹാർഡ് റോക്കും ആണെന്നിരിക്കട്ടെ. ഇവിടെ എന്താണ് ഒരു ഹാർഡ് റോക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ചുണ്ണാമ്പ് കല്ലായിട്ടും ഇവിടെ എന്താണ് ഗ്രാനൈറ്റ് ആണെന്ന് ഇരിക്കട്ടെ, അഗെയിൻ എന്താണ് ഇവിടെ ഒരു ചുണ്ണാമ്പ് കല്ല്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് നദി ഒഴുകി വരുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ എന്താണ് റിലേറ്റീവ്ലി എന്താണ് ഈ ഒരു റോക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ എന്താണ് വളരെ ഹാർഡായിട്ട് തന്നെ ഇരിക്കും. എന്താണ് നദിയുടെ ഈ അപരദന പ്രക്രിയകൾ കാരണം പെട്ടെന്ന് ഇല്ലാതായി പോവോ ഈ റോക്ക്? ഇല്ല അല്ലേ, അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷേ ഈ സോഫ്റ്റ് ആയിട്ടുള്ള റോക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് അലിഞ്ഞു പോകുമ്പോൾ എന്താണ് ഇവിടെ ഒരു റിലീഫ് വരും അല്ലേ, അവിടെ ഒരു പൊക്കത്തിലൊരു വ്യത്യാസം കാണും. അങ്ങനെ എന്ത് ചെയ്യും, അവിടെ ഒരു വാട്ടർഫോൾ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ എന്താണ് ഈ വളരെ ഹാർഡായിട്ടുള്ള ഗ്രാനൈറ്റ് അങ്ങനെ തന്നെ നിൽക്കും, ചുണ്ണാമ്പ് കല്ല് പെട്ടെന്ന് പോവുകയും ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, അവിടെ ഒരു വാട്ടർഫോൾ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യപ്പെടും. ഒരു വാട്ടർഫോൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ എന്താണ് ആ വാട്ടർഫോൾ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തു, നമുക്ക് ഈ വാട്ടർഫോളിൻ്റെ അടിയിൽ എന്ത് ചെയ്യും, ഒരു ചെറിയ ഒരു കുളം പോലത്തെ ഒരു സാധനം എന്ത് ചെയ്യും, ഫോം ചെയ്യും. ഒരു ചെറിയ കുളം പോലത്തെ ഒരു സാധനം ഫോം ചെയ്യും. അതിന് പറയുന്ന പേരാണ് സിപ്പി സാറിൻ്റെ ക്ലാസ്സുകൾ വരും കേട്ടോ, ഉടനെ തന്നെ വരും. അപ്പം നമ്മുടെ നദീജന്യ ഭൂരൂപങ്ങളെ പറ്റി പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടും വരുന്ന പ്ലഞ്ച് പൂൾസിനെ പറ്റിയാണ് എന്ത് ചെയ്തത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പം നമ്മുടെ ഒരു വാട്ടർഫോളിൻ്റെ അടിയിൽ ഫോം ചെയ്യുന്ന കുളം പോലത്തെ ഒരു സ്ഥലം അല്ലേ, കുളം പോലത്തെ ഒരു സ്ഥലത്തിനെയാണ് എന്ത് പറയുന്നത്, പ്ലഞ്ച് പൂൾസ് എന്ന് പറയുന്നത്. മലയാളത്തിൽ ഇതിനെ ഉരക്കുഴികൾ എന്ന് പറയും. ഉരക്കുഴികൾ എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഒരു വാട്ടർഫോളിൻ്റെ അടിയിൽ ഫോം ചെയ്യുന്ന ചെറിയ ചെറിയ കുഴികളെയാണ് എന്ത് പറയുന്നത്, പ്ലഞ്ച് പൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാട്ടർഫോൾസ് ഒക്കെ ഫോം ചെയ്യുന്ന എവിടെയാണ്, നമ്മുടെ നദിയുടെ യങ് ഏജിലാണ് എന്ത് ചെയ്യുന്നത്, വാട്ടർഫോൾസ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഈ നദികളുടെ പാറയിൽ കൂടെയൊക്കെ ഒഴുകുന്ന ഒരു നദി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറേ അധികം ഈ പാറയിൽ കുറേ അധികം കുഴികൾ കാണാൻ പറ്റും അല്ലേ. ഈ കുഴികളെയാണ് എന്ത് പറയുന്നത്, നമ്മൾ പോട്ട് ഹോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പോട്ട് ഹോൾസ് എന്ന് പറയുന്നത്, ഈ നമ്മുടെ നോർമലി ഇരിക്കുന്ന ഒരു പാറ, അവിടെ ചെറിയ എന്തെങ്കിലും ഒരു കുഴിയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ റിവർ എന്ത് ചെയ്യും, ഇത് ഈ ചാടിയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഒഴുകുന്നത്. അപ്പോൾ ഇത് ഗ്രാജുവലി എന്ത് ചെയ്യും, ഈ കുഴി എന്ത് ചെയ്യും, ചെറുതായിട്ട് വലുതാവും. ഈ ചെറിയ വലുതാവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതിനകത്ത് വന്ന് എന്ത് ചെയ്യും, വെള്ളം ഇങ്ങനെ സർക്കുലറായിട്ട്, ഇപ്പോൾ ഇതാണ് ആ കുഴിയിൽ നിന്നിരിക്കട്ടെ, അപ്പോൾ അതിനകത്ത് വീഴുന്ന വെള്ളം എന്ത് ചെയ്യും, ഇങ്ങനൊരു സർക്കുലാർ മോഷൻ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, വെളിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ സർക്കുലാർ മോഷൻ ഇതിൻ്റെ ഈ ഒരു ലാറ്ററലി ഉള്ള വാൾസിൽ എന്ത് ചെയ്യും, ഫോഴ്സ് കൊടുക്കുകയും അങ്ങനെ ഈ ഒരു കുഴി വലുതാവുകയും ചെയ്യും. അങ്ങനെ ഫോം ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ പോട്ട് ഹോൾസ് എന്ന് പറയുന്നത്. നമ്മുടെ റോഡിൽ ഹോള് വീഴുന്ന സെയിം പ്രക്രിയയാണ് ഇവിടെയും നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചുമ്മാ പോയി ഗൂഗിളിൽ നിങ്ങൾ പോട്ട് ഹോൾസ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്
റോഡിലെ കുഴികളായിരിക്കും. റോഡിലെ കുഴികളാണ് കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത്, പോട്ട് ഹോൾസിൽ വരുന്നത്. ഇനി എന്താണ്, നമ്മുടെ ഇറോഷണൽ ലാൻഡ് ഫോംസിൽ, യങ് ഏജിലുള്ള ഇറോഷണൽ ലാൻഡ് ഫോംസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ആൾക്കാർ എന്ന് പറയുന്നത് റിൽസും ഗള്ളീസുമാണ്. റിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, RILLS, അതാണ് റിൽസ് എന്ന് പറയുന്നത്. റിൽസ് ആൻഡ് ഗള്ളീസ്. ഇപ്പം നമ്മളെന്താണ്, ഇപ്പം മണ്ണുള്ളൊരു സ്ഥലം, അവിടെ നമ്മളെന്താണ് കുറച്ചൊരു മഴ പെയ്യുന്ന സമയത്തെ ഈ വെള്ളം ഒഴുകി പോകുന്ന ഇങ്ങനെ ഒരു വര പോലെ, ഇങ്ങനെ ചാലുകൾ പോലെ ചെറുതായിട്ട് ഫോം ചെയ്യൂലേ, അതിനെയാണ് എന്ത് പറയുന്നത്, റിൽസ് എന്ന് പറയുന്നത്. ജസ്റ്റ് വെള്ളം ഒഴുകി പോകുന്ന ആ ഒരു മാർക്കുകൾ പോലെ കിടക്കൂലേ, ഒരുപാട് ഡെപ്ത് ഒന്നും കാണൂല്ലേ, വെള്ളം ഒഴുകി പോകുന്ന അങ്ങനെ വരവരയായിട്ട് ഫോം ചെയ്യുന്ന ആ സ്ഥലങ്ങളില്ലേ, അതിനെയാണ് എന്ത് പറയുന്നത്, റിൽസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കുഞ്ഞു നമ്മുടെ ഏതെങ്കിലും ഒരു ചെറിയ സ്ട്രീം എന്നൊന്നും പറയാനില്ല, ചെറിയ തോടുകളൊക്കെ ഫോം ചെയ്യൂലേ, അപ്പോൾ ഒരു ചെറിയ കുഴി കഴിഞ്ഞ് ചെറിയ രീതിയിൽ ചാലുകൾ പോലെ എന്ത് ചെയ്യും, നീണ്ട ഈ റിൽസ് എന്ത് ചെയ്യും, കുറച്ചുകൂടെ ഒന്ന് വലുതാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗള്ളീസ് എന്ന് പറയുന്നത്. ഈ വലുതാകുന്ന ഗള്ളീസിനെ, റിൽസ് വലുതാകുമ്പോൾ ഗള്ളീസ് ഫോം ചെയ്യും, ഗള്ളീസ് വലുതാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, വാലീസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ റിൽസ്, ഗള്ളീസ്, വാലീസ്, ഇത് മൂന്നും നമ്മുടെ നദിയുടെ യങ് ഏജുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ നദിയുടെ യങ് ഏജിൽ ഫോം ചെയ്യുന്ന പ്രധാനപ്പെട്ട ആളാണ് വി ഷേപ്ഡ് വാലി. അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് പ്ലഞ്ച് പൂൾസ്, അല്ലെ, ഉരക്കുഴികൾ അല്ലെങ്കിൽ പ്ലഞ്ച് പൂൾസ് ഫോം ചെയ്യും. അതുപോലെ തന്നെ പോട്ട് ഹോൾസ് നദിയിൽ ഫോം ചെയ്യുന്ന, അല്ലെ, നമ്മൾ ഏതെങ്കിലും പാറപ്പുറത്തൊക്കെ പോയി റിവർ ഒഴുകുന്ന ഏതെങ്കിലും പാറയുടെ പുറത്തൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ കുഴികൾ കുഴികൾ കാണാൻ പറ്റും, അതിനകത്ത് വെള്ളവും കാണും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോട്ട് ഹോൾസ് എന്ന് പറയുന്നത്. നദിയുടെ തുടങ്ങുന്ന, അല്ലെ, ഒരു ചെറിയ സ്ട്രീം ഉത്ഭവിക്കുന്ന സ്ഥലത്ത് ഫോം ചെയ്യുന്ന ആൾക്കാരാണ് റിൽസും ഗള്ളീസും. റിൽസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇപ്പം മഴയൊക്കെ പെയ്യുമ്പോഴേക്കും ഒഴുകി പോകുന്ന ആ വെള്ളത്തിൻ്റെ ആ ഒരു ഡയറക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന വളരെ ചെറിയ ചാലുകളെയാണ് റിൽസ് എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടെ വലുതാവുമ്പോഴേക്കും അതിനെ ഗള്ളീസ് എന്ന് പറയും. പിന്നെയും വലുതാവുമ്പോൾ വാലീസ് എന്ന് പറയും. ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പം നമ്മുടെ നദിയുടെ മധ്യഘട്ടവും അതുപോലെ തന്നെ വാർദ്ധക്യഘട്ടം അല്ലെങ്കിൽ കീഴ്ഘട്ടം എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ബാക്കി നോക്കാം. അപ്പം ഗുഡ് നൈറ്റ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ബാക്കിയുള്ളവർക്ക് ലീവ് ചെയ്യാം. അപ്പം നമുക്ക് ബാക്കി നാളെ നോക്കാം. ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഈ പേരുകളൊക്കെ ഓർത്ത് വെച്ചാൽ റിൽസ്, ഗള്ളീസ്, അപ്പം അതൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ നമുക്ക് ചോദിക്കാം. ഇപ്പം ചിലപ്പോൾ റിൽസും ഗള്ളീസും ഫോം ചെയ്യുന്നത് ഗ്രൗണ്ട് വാട്ടറിൻ്റെ അല്ലെങ്കിൽ ഭൂഗർഭ ജലത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് അല്ലെങ്കിൽ അപരദന പ്രക്രിയകളുടെ ഫലമായിട്ടാണെന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിൽ വരാം. അപ്പോൾ അത്തരം ആൾക്കാർ എന്താണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ, അത് നമുക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ പറ്റില്ല, അല്ലെങ്കിൽ റിൽസും ഗള്ളീസും അറിഞ്ഞുകൂടാങ്കിൽ നമുക്ക് പറ്റില്ല, അറിഞ്ഞുകൂടാ, അത്രേ ഉള്ളൂ. നമുക്ക് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ, ഈ പേരുകളൊക്കെ ഓർത്ത് വെച്ചിരിക്കുക. ഓരോ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നത് ഇന്നതുമായി അസോസിയേറ്റ് ചെയ്തിട്ടാണെന്നൊക്കെ നോക്കി വെച്ചിരിക്കുക. അതാണ് നമുക്ക് ഇവിടെ ഏറ്റവും ആവശ്യം. ഓരോന്നും ഫോം ചെയ്യുന്നത് ആരുടെ പ്രവർത്തന ഫലമായി എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ അതാണ്